ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള ജനിതക പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന പരിപാടികളില്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജാതകമല്ല നോക്കേണ്ടത്, ജനിതകമാണ് നോക്കേണ്ടത്. സർജറിന് എന്താണ് സംഭവിച്ചത്? നമ്മളുടെ എല്ലാ മനുഷ്യരുടെയും ഒരു പേടി, ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് മരണഭയമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ തൊട്ടടുത്തുണ്ട് അത്. 2019 ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഈ പ്രഖ്യാപനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. പ്രഖ്യാപനങ്ങൾ ആ വാക്കുകളിൽ മാത്രമാണ് നടക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് 4ഓളം പരാതികൾ മുഖ്യമന്ത്രി കൊടുത്താണ്. 4 ഇതിലും വിചിത്ര മറുപടികളാണ് കിട്ടിയത്. ആദ്യം ലഭിച്ച മറുപടി എന്ന് പറയുന്നത് MBD ആക്ടിൽ നിയമമില്ല എന്ന് പറഞ്ഞ് മറുപടി തന്നു. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടാണ്. ഇതേ സർക്കാർ തന്നെ നവകേരള സദസ് എന്ന് പറഞ്ഞൊരു സദസ് നടത്തിയായിരുന്നു. അന്നൊരു ബസ് റാമ്പുണ്ടാക്കി. അപ്പൊ ഞാൻ ചോദിച്ചത് അത് തന്നെയല്ലേ, ഞാൻ ചോദിച്ചത് അതേ ബസ് ഞങ്ങൾക്ക് വേണ്ടി ഇറക്കണമെന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കുമ്പോൾ മാത്രം നിയമമില്ല, അവർക്ക് നിയമമുണ്ട്. നമുക്ക് സഹി കെട്ട് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി നോക്ക്, പെൻഷൻ കട്ടി, പെൻഷൻ കട്ടിയും പെൻഷനുള്ളവർക്ക് വാഹനം വാങ്ങാൻ പാടില്ല. അങ്ങനെയുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 80% അല്ലെങ്കിൽ 75% മുതൽ ഇത്തരത്തിൽ ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ തീർത്തും പറ്റാത്ത ആൾക്കാരെ അവർക്ക് സ്വമേധയാ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന പക്ഷം നിങ്ങൾ ദയാവധ അനുവദിക്കുക. ഈ 31 വയസ്സുള്ള ഞാൻ അവരുടെ മനുഷ്യാവകാശ കമ്മീഷൻ അതിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് ദയാവധം അനുവദിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ദയാവധം എന്താണെന്ന് അറിയാത്ത ആളാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഈ ഭിന്നശേഷി സൗഹൃദം എന്ന വാക്കുകളിൽ തള്ളിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അതേ ഭിന്നശേഷി പെൻഷൻ 2000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സർക്കാർ കുട്ടിഘോഷിക്കുകയാണ് ഞങ്ങൾ 2000 രൂപയ്ക്ക്. തീർച്ചയായിട്ടും നല്ല കാര്യമില്ലെന്ന് പറയുന്നില്ല. നമ്മൾ ഈ ആരോഗ്യത്തിൽ നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഈ ജനിതക രോഗികൾ അത്രയും മാത്രം കൂടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് പലപ്പോഴും ഹൈഡ് ചെയ്യണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നോട് ഇപ്പോൾ പോലും ഒരു ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടില്ല നാളെ ചെറിഞ്ഞെഴുന്നേറ്റ് നടക്കുമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ബോധ്യം വന്ന്, ഞാൻ ഈ സ്വർഗം നരകം അതുപോലെ പുനർജന്മം അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എനിക്കറിയാം എന്നെ ഈ അസുഖം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ലഭിച്ചിരിക്കുന്ന സമയം എത്രയായാലും അത് ജീവിച്ച് തന്നെ തീർക്കുക. നമസ്കാരം, ചാർട്ടഡ് ഭക്തന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ജെറിൻ. വെൽക്കം ജെറിൻ. ജെറിൻ ജോൺസൺ അല്ലേ? പറവൂരാണ് സ്ഥലം, നോർത്ത് പറവൂർ. അപ്പോൾ ജെറിൻ നിങ്ങൾക്ക് കാണാം, ജെറിൻ എന്നെ പോലെ കസേരയിലല്ല ഇരിക്കുന്നത്. ജെറിൻ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരു കസേരയാണത്. ആ കസേരയിലാണ് ജെറിൻ യാത്ര ചെയ്യുന്നതും എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതും അല്ലേ? ജെറിൻ എന്താണ് സംഭവിച്ചത്? എനിക്ക് GNE മയോപ്പതി എന്ന് പറയുന്ന ഒരു ന്യൂറോ മസ്കുലർ ഡിസോർഡറാണ്. അപ്പോൾ ഇത്തരം ന്യൂറോ മസ്കുലർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളക്കാരെ കേട്ട് കാണുക SMA എന്ന് പറയുന്ന രോഗം, അതിൻ്റെ 16 കോടിയുടെ മരുന്ന്. ആ ഒരു മരുന്ന് വന്നതിന് ശേഷമാണ് കേരളക്കാരെ ഇത്തരം ജനിതക രോഗങ്ങളുണ്ടെന്നും ഇത്തരം രോഗാവസ്ഥകളെ കുറിച്ചുള്ള രോഗികളെ കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ആ ഒരു സമയത്തായിരിക്കും. എനിക്കും അത്തരത്തിലുള്ള ഒരു അസുഖമാണ്. എൻ്റെ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖത്തിൻ്റെ സിംറ്റംസ് വിസിബിളായി തുടങ്ങുക 18-19 വയസ്സിലായിരിക്കും. ആ ഒരു സമയം വരെ ഞാൻ നിങ്ങളെ പോലെ തന്നെ നോർമലായിട്ട് നടന്ന് ജീവിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ നടക്കുന്നത് കണ്ട, എൻ്റെ ഇപ്പോൾ കൂടെ വന്നിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും ഞാൻ നടന്നിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നീട് 18-19 വയസ്സാകുമ്പോഴാണ് എനിക്ക് നടത്തത്തിൽ ചെറിയൊരു വേരിയേഷൻ, അതായത് നമ്മൾ കാല് നടക്കുമ്പോൾ ഒരു വലിച്ചിൽ പോലെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നീട് ഞാൻ EVM ഫോക്സ് വാനിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ടെക്നീഷ്യനായിട്ടാണ് ഞാൻ ആദ്യം കയറിയത്. പിന്നീട് സർവീസ് അഡ്മിൻ ലെവൽ വരെ എത്തിയായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് അവിടെ വെച്ച് തന്നെ നടക്കുമ്പോൾ വീഴുന്നൊരു കണ്ടീഷനായി. പിന്നെ 2017 ആയപ്പോഴേക്കും എനിക്ക് ജോലിയെല്ലാം രാജിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നിലവിൽ വീട്ടിലാണ് ഇപ്പോൾ. എന്താണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ? എൻ്റെ പേരെന്താണ്? GNE മയോപ്പതി. അപ്പോൾ SMA എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഇത് പല തരത്തിലുള്ള അവസ്ഥകളുണ്ട്. അതെ, ഇത് മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. അതിലൊരുപാട് വിഭാഗങ്ങളുണ്ട്. അതായത് SMA എന്ന് പറയുന്ന സ്പൈറൽ മസ്കുലർ അട്രോഫി, പിന്നെ എൻ്റെ GNE മയോപ്പതി, പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പിന്നീട് കാണുന്നത് ലിംബ് ഗൈഡൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, പിന്നെ DMD എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബൈ ബർത്ത് നമുക്കുണ്ടാവുന്ന അവസ്ഥകളാണോ? യെസ്, എല്ലാ ജനിതക രോഗങ്ങളും നമുക്ക് ബൈ ബർത്ത് ഉണ്ട്. പക്ഷെ ഓരോ ഇതിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അത് നമുക്ക് വ്യത്യസ്ത പ്രായങ്ങളിൽ വിസിബിളായി വരുന്നു എന്ന് മാത്രം ആണോ? അപ്പോൾ ഇത് ബൈ ബർത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇങ്ങനെ ഒരു സംഭവം? ഇല്ല. പക്ഷേ അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാനായിട്ട് 18 വയസ്സ് വരെ എനിക്ക് നോർമൽ ആയതുകൊണ്ട് ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. 18-19 വയസ്സായപ്പോഴാണ് ഇതിന്റെ സിംറ്റംസ് എനിക്ക് വിസിബിൾ ആയി തുടങ്ങിയത്. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിന്റെ സ്വാഭാവികമായിട്ടും എന്താണെന്നുള്ള അറിയാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ആ സമയത്താണ് ചെയ്യുന്നത്. പക്ഷേ DMD പോലുള്ള കേസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്രായത്തിൽ തന്നെ നടത്തത്തിൽ കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കും. DMD ഇത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള കേസുകളാണ്. കാരണം അവരുടെ ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്നത് പോലും
20 വയസ്സ് വരെയൊക്കെയാണ്. ശരി. അതിനുള്ളിൽ തന്നെ ഭൂരിഭാഗം കേസുകൾ ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് മരണങ്ങൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, മൊബിലിറ്റി ആൻഡ് ഡിസ്ട്രോഫി അഥവാ മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ നിലവിൽ ഇപ്പോൾ 700-നടുത്ത് അംഗങ്ങളുണ്ട് ഞങ്ങൾക്ക്, കേരളത്തിൽ നിന്ന് മാത്രം. 700 എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ മുഖത്ത് ആ ഒരു ഞെട്ടൽ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ കണക്കെന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം ഒരു 20 ഇരട്ടി വരെയുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത്രയും രോഗികളുണ്ട്. അതായത് തങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗം എന്തെന്നറിയാത്ത രോഗികൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്, മരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ പറഞ്ഞ മൊബിലിറ്റി ആൻഡ് ഡിസ്ട്രോഫി എന്ന് പറയുന്ന സംഘടന 2017 രൂപീകൃതമായത്. ഇപ്പോൾ 2025 അവസാനിക്കാൻ പോകുന്നു. ഈ ഒരു നിമിഷം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100ഓളം അംഗങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് മാത്രം ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഒരു മീഡിയയും ഇത് സംബന്ധിച്ച് വാർത്തകൾ വരാറില്ല. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർത്തകളിൽ വരുന്ന വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വാർത്തകൾ വരുമ്പോൾ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചായിരുന്നു. സ്വാഭാവികമായി വാർത്ത വരുമ്പോൾ എന്നാണ് വരുന്നത്, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ഭിന്നശേഷിക്കാരി യുവതി മരിച്ചു എന്നാണ് വാർത്ത വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാഹചര്യമെന്നോ എന്താണ് ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നോ ആരും അന്വേഷിച്ചിരുന്നില്ല. അത്തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ പനി ബാധിച്ച് മരിച്ചു, ന്യൂമോണിയ ബാധിച്ച് മരിച്ചു എന്നെല്ലാം വാർത്തകൾ വരുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ന്യൂറോ മസ്കുലർ ഡിസോർഡറാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് അവർക്ക് കഫക്കെട്ട്, അല്ലെങ്കിൽ തൊണ്ടയിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ബ്രീത്തിങ്ങിന് ഇഷ്യൂസ്, അങ്ങനെ മറ്റു പല പ്രശ്നങ്ങളുണ്ടാവുകയും അത് സ്വാഭാവികമായിട്ട് മരണത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ക്ലൈമറ്റ് വരെ ഞങ്ങൾക്ക് വില്ലൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും ചൂടായാലും തണുപ്പായാലും ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള ജനിതക പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജാതകമല്ല നോക്കേണ്ടത്, ജനിതകമാണ് നോക്കേണ്ടത്. നമ്മുടെ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ജനിതക പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ബിഫോർ ബർത്ത് തന്നെ പ്രഗ്നന്റ് ആയിരിക്കെ തന്നെ അല്ല, കല്യാണത്തിന്റെ സമയത്ത് തന്നെ അവർ അങ്ങനെ ആക്കിയതാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വന്തം റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയുള്ള ഇതില്ലേ മാരേജ്, അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്തരം സാഹചര്യങ്ങളിലാണ് ഇത്തരം ജനറ്റിക് ഡിസോർഡർ കൂടുതൽ വരാനുള്ള ഒരു ചാൻസ് കൂടുതൽ, സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ. നമ്മളിപ്പോൾ കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇത്തരം ജനിതക രോഗികൾ കൂടുതലുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. 2ാം സ്ഥാനം ഹിന്ദു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലും റിലേഷൻഷിപ്പിൽ നിന്ന് കൂടുതലായിട്ട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഈ മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ സ്വന്തം റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ കല്യാണം നടക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എന്തുകൊണ്ട് അത്തരം രോഗങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മളുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുപൂർവികൻ ചിലപ്പോൾ ഒരാളായിരിക്കാം, നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജനിതക പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള തലമുറകളിലെ ചിലപ്പോൾ ഒരു 5, 6 അല്ലെങ്കിൽ 10 തലമുറയിലെ ആൾക്കാർ വരെ ക്യാരിയേഴ്സ് ആയിരിക്കാം. യഥാർത്ഥത്തിൽ ഈ ക്യാരിയേഴ്സാണ് ഇന്നുള്ള രോഗികളെക്കാളും കൂടുതലായിട്ടുള്ളത്. നമ്മൾക്കറിയില്ല ഈ കാരിയർ ആണോ അല്ലയോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ജനിതക പരിശോധന അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചേട്ടൻ ചോദിച്ച വേറൊരു ചോദ്യം, ഇത്തരത്തിൽ ജനിതക രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള പ്രൊസീജിയർ എന്താണ്? നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള 100% ഇത് ഒഴിവാക്കാൻ ഉള്ള ഇതായിട്ടില്ല, നിലവിലായിട്ടില്ല. എങ്കിൽ പോലും കുറച്ചൊക്കെ സാധ്യതകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ 2 പേരും ഒരേ കാരിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടി ജനിക്കുന്ന ഒരു അവസ്ഥയിൽ അത് കുട്ടിക്കില്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരു പരിധി വരെ, എല്ലാത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്, എങ്കിലും ഒരു പരിധി വരെ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ജനിതക പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണോ? എങ്ങനെയാണ് അതിന്റെ പരിപാടികളൊക്കെ? നമ്മളുടെ ജനിതക പ്രശ്നങ്ങൾക്ക് പൊതുവെ അങ്ങനെ ട്രീറ്റ്മെന്റ്സ് ഇല്ലല്ലോ. നമുക്ക് കംപ്ലീറ്റ് ക്യൂർ ഒന്നിനും അവകാശപ്പെടാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 16 കോടിയുടെ മരുന്ന്, അതിന് പോലും കമ്പനി പോലും അവകാശപ്പെടുന്നത് up to 30. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1% മാറ്റം വന്നാൽ പോലും അത് വലിയൊരു മാറ്റമാണെന്ന് തന്നെ പറയും. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട്. ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് 1% മാറ്റം വന്നാൽ പോലും വലിയൊരു കാര്യമാണ്. പിന്നെ ഈ SMA അതുപോലെ DMD എന്ന് പറയുന്ന ടൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണസാധ്യത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മരണസാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മരുന്നുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
അവരുടെ മരണം കഴിവതും ഒഴിവാക്കുക, അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന അത്രയും ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിലേക്ക് ബോഡി എത്തിക്കാതിരിക്കുക എന്നുള്ള ലെവലിലേക്കാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ AI കാലഘട്ടങ്ങളാണ്, ഗവേഷണങ്ങൾ പല തലത്തിൽ നടക്കുന്നുണ്ട്, പല രാജ്യങ്ങൾ അതിനു വേണ്ടി ഉള്ള പല രീതിയിൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു കംപ്ലീറ്റ് ക്യൂർ നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങൾ 10-18 വയസ്സ് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, എൻ്റെ ലൈസൻസ് വരെ നോർമലാണ്, ഡ്രൈവിംഗ് ലൈസൻസ് നോർമലാണ്, ഞാൻ എപ്പോഴും കാണുമ്പോൾ വിഷമമാണ്. ഓക്കെ, നടന്നിരുന്ന ഒരാളാണ്. പിന്നെ പതുക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ മാറി വന്നത്. ഇപ്പോൾ എത്ര വയസ്സായി? ഇനി 33 ആവാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൻ്റെ 2 വശങ്ങളും കണ്ട ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിയുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുണ്ടായിരുന്നപ്പം കിട്ടിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇപ്പോൾ പല സംഭവങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു മാനസിക പ്രശ്നങ്ങൾക്ക് ഉപരിയായിട്ട് വേറെയും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമല്ലോ. ഇല്ലേ, സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒത്തിരി സംഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാറ്റം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അംഗീകരിച്ചത്? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല ഞാൻ എങ്ങനെയാണ് ജീവിക്കണമെന്ന്. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ആരാണ് എന്നെ മുന്നോട്ട്. എന്നോട് ഇപ്പോൾ പോലും ഒരു ഡോക്ടർമാരും എന്നോട് പറഞ്ഞിട്ടില്ല നാളെ എഴുന്നേറ്റ് നടക്കുമെന്ന്, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ബോധ്യം വന്ന്, ഞാൻ ഈ സ്വർഗം, നരകം, അതുപോലെ പുനർജന്മം അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് ഈ അനുവദിച്ചിരിക്കുന്ന ഈ ഒരു സമയം എനിക്കറിയാം, എന്നെ ഈ അസുഖം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ലഭിച്ചിരിക്കുന്ന സമയം എത്രയായാലും അത് ജീവിച്ച് തന്നെ തീർക്കുക. ഞാനിത് പറയുമ്പോഴും നാളെ ഇതിനേക്കാൾ മോശം അവസ്ഥയിൽ ഞാൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് ആ സമയത്ത് എനിക്ക് എന്താണ് തോന്നുന്നത് അത് ചിലപ്പോൾ ഞാൻ ചെയ്തെന്നിരിക്കും. പക്ഷെ നിലവിൽ എൻ്റെ മനസ്സ് പറയുന്നത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മളുടെ എല്ലാ മനുഷ്യരുടെയും ഒരു പേടി, ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് മരണഭയമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ തൊട്ടടുത്തുണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് തൊട്ടടുത്ത് നിൽക്കുന്ന നിമിഷത്തിൽ ഞാൻ എല്ലാ ദിവസവും വിചാരിക്കുന്നത് എൻ്റെ ലാസ്റ്റ് ദിവസം എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ ദിവസം എത്ര മനോഹരമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തൊരു വാക്യം, വീട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ജെറിൻ എന്ന വ്യക്തി നാളെ ഇല്ലാതായിരിക്കും, പക്ഷേ നിങ്ങളുടെ മോൻ ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ട ഗതികേട് ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വരുത്തില്ല. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ 36 സ്ഥലങ്ങളിൽ ഞാൻ തന്നെ കംപ്ലയിൻറ്റ് കൊടുത്ത്, അതായത് ഞാൻ പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പരാതി കൊടുത്ത് റാമ്പുകൾ, വീൽ ചെയർ യൂസേഴ്സിന് വേണ്ട റാമ്പുകൾ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ചിലർ പറയും അത് എന്താണ് നല്ല കാര്യമാണ്, ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാണ്, ശരിയാണ്. പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അത് എൻ്റെ കൂടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഈ പറഞ്ഞ 36 സ്ഥലങ്ങളിൽ എനിക്ക് ഒന്നും കൂടെ വീണ്ടും ആരുടെയും സഹായമില്ലാതെ പോകാൻ പറ്റും. ആ ഒരു ബോധ്യം എനിക്കുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ലൈക്ക് സർവൈലൻസ് അല്ലെങ്കിൽ നിലനിൽപ്പ്. അതായത് ഇപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അതിപ്പോൾ നമ്മുടെ ഈ വീൽ ചെയർ പോകുന്ന ആളുകളെന്ന് പറയുന്നത് എപ്പോഴും ഒരു പരസഹായം വേണമെന്ന് നമ്മൾ കാണുന്നൊരു സംഭവമാണ്. നേരെ മറിച്ച് നമ്മൾ പല വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഒരു പരസഹായമില്ലാതെ പോകുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വീൽ ചെയർ അവർ തന്നെ വരുന്നു, അവർ ബസ്സിൽ കയറി പോകുന്നു, മെട്രോ ട്രെയിനിൽ കയറി പോകുന്നു, ഷോപ്പിംഗ് മാളുകളിൽ പോകുന്നു, ഫുട്പാത്തിലൂടെ ആളുകൾ നടന്നു പോകുന്ന ഫുട്പാത്തിലൂടെ വീൽ ചെയറിൽ അവർ യാത്ര ചെയ്യുന്നു. അതിൽ എത്ര സംഭവങ്ങൾ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്ന് അറിയാമോ, ഞാൻ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ 2019 ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഈ പ്രഖ്യാപനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. പ്രഖ്യാപനങ്ങൾ ആ വാക്കുകളിൽ മാത്രമാണ് നടക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ഭിന്നശേഷി അവകാശ നിയമം എന്നൊരു നിയമമുണ്ട്. ആ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ. അത് പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മാത്രം എത്രയോ ആൾക്കാർ സ്വമേധയാ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി സമൂഹത്തിൻ്റെ ഭാഗമായതിനെ. ലളിതമായിട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ചേട്ടൻ കരുതുന്നുണ്ടാകും എൻ്റെ ഈ ഒരു അസുഖമാണ് എൻ്റെ പരിമിതി എന്ന് കരുതുന്നുണ്ടാകും. ഒരു പക്ഷേ എനിക്കറിയില്ല, പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ അസുഖമാണ് എൻ്റെ പരിമിതി. ഒരിക്കലുമല്ല. ഇപ്പോൾ ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, ചേട്ടൻ യാത്ര ചെയ്ത് ചേട്ടൻ കണ്ടിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ, ഞാൻ ചേട്ടൻ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, ചേട്ടൻ ഒരിക്കൽ UK പോയ സമയത്ത് UK ഒരു സ്ട്രീറ്റിൽ ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വീൽ ചെയർ അല്ല, ഒരു 4 വീലുള്ള ഒരു വണ്ടി പോലത്തെ വീൽ ചെയർ പോലെ തന്നെ ഇരിക്കുന്ന സംഗതി അത് ഓടിച്ചുകൊണ്ട് വന്ന് കൂട്ടമായിട്ടിരുന്ന സംഭവം. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു 60-70 വയസ്സായ വീട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നില്ലേ.
അതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ഈ റാമ്പുകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന് പറയുമ്പോൾ അത് വീൽ ചെയർ യൂസേഴ്സിന് വേണ്ടി മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണ. വീൽ ചെയർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വയ്യാത്ത ആൾക്കാരെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകുന്നത് മാത്രമല്ലല്ലോ. അത് മാത്രമല്ല, ഒരുപാട് പേര്, ഞാൻ എൻ്റെ തന്നെ പേഴ്സണൽ ഒരു ഇതിന് സംഭവം പറയണമെന്നുണ്ടെങ്കിൽ, ചാവക്കാട് മറൈൻ അക്വാ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, സ്വകാര്യ സ്ഥാപനമുണ്ട്. ഒരുപക്ഷെ കേട്ട് കാണും. ഞാൻ അവിടെ നേരിട്ട് പോയിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പരമാവധി അന്വേഷിക്കും വീൽ ചെയർ ഫ്രണ്ട്ലി ആണോ എന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ടീം അവിടെ വന്നേക്കണം, ബസ്സിന് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വണ്ടിയിൽ നിർത്തിയത്. അപ്പോൾ ഞാൻ എന്നെ വീൽ ചെയറിലേക്ക് കയറ്റിയിരുത്തി. അപ്പോൾ ആ വണ്ടിയിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ ആക്ച്വലി നടക്കുന്നതാണ്, കുറച്ച് പിടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ അമ്മൂമ്മ വണ്ടിക്കകത്ത് തന്നെ ആദ്യം ഇരുന്നു. മീൻസ് ഇത് അത്യാവശ്യം കാണാനുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൂടെ വന്നവർ അതിൻ്റെ അകത്തോട്ട് പോകുന്നു. അകത്തോട്ട് പോയി ടിക്കറ്റ് ഉള്ളവർ എന്തോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് വരുന്നത് ഒരു വീൽ ചെയർ ആയിട്ടാണ് വരുന്നത്. അതായത് ഈ സ്ഥാപനത്തിൽ 7ഓളം വീൽ ചെയർ അവർ വാങ്ങിച്ചു വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, ഈ അമ്മൂമ്മ ആക്ച്വലി നടക്കുന്നതാണെങ്കിൽ പോലും അത്രയും ലോങ്ങിൽ അവർക്ക് നടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ആ പ്രായമായിട്ടുള്ള അമ്മൂമ്മയും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഈ കാഴ്ചകൾ കണ്ടു. വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ് ഈ വീൽ ചെയറിൽ ഈ റാമ്പുകൾ അല്ലെങ്കിൽ ഇത്തരം ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ചേട്ടൻ പറഞ്ഞത് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബസ്സുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ ലോ ഫ്ലോർ ബസ്സുകളൊക്കെ ശരിക്കും അതിനു വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടികളാണ്. അതിന് വീൽ ചെയർ കയറ്റാനുള്ള റാമ്പ് ഉണ്ട്, അത് താത്തിയിടാം, ബസ് താക്കാം, ബസ് പൊക്കാം. പക്ഷെ എത്ര ലോ ഫ്ലോർ ബസ്സിൽ എത്ര വീൽ ചെയറും കൊണ്ട് ആൾക്കാർ കയറി പോകുന്നു. അല്ല, വേറൊരു കാര്യം പറയട്ടെ, അത് നിർത്തിത്തരാനുള്ള സാവകാശവും ക്ഷമയും ആ ബസ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസം മിക്കപ്പോഴും കൊടുക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് 4ഓളം പരാതികൾ മുഖ്യമന്ത്രി കൊടുത്താണ്. അതിൽ ആദ്യം ലഭിച്ച 4 ഇതിലും വിചിത്ര മറുപടികളാണ് കിട്ടിയത്. ആദ്യം ലഭിച്ച മറുപടി എന്ന് പറയുന്നത് MBD ആക്ടിൽ നിയമമില്ല എന്ന് പറഞ്ഞ് മറുപടി തന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ ആ മറുപടി ചേട്ടന് വേണമെങ്കിൽ എന്താ പറഞ്ഞത് നിങ്ങൾ? അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം. ഞാൻ നമ്മുടെ സ്വിഫ്റ്റ് ബസ്സുകൾ ഇറക്കിയില്ലേ, ആ ബസ്സുകൾ ഇറക്കുന്നതിന് മുന്നേ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു. അതായത് ഈ വാങ്ങാൻ പോകുന്ന, നമുക്ക് ഓൾറെഡി എനിക്ക് നടന്നത്, ഈ ചേട്ടൻ പറഞ്ഞു ലോ ഫ്ലോർ ബസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു, വോളോ ബസ്സുകൾ, എത്ര ബസ്സുകൾ കട്ടപ്പുറത്ത് കിടക്കുന്നത് ഞാൻ പറയേണ്ട തന്നെ അറിയാലോ. ഇനി അത് പോട്ടെ, നമുക്ക് ഇനി കഴിഞ്ഞത് സംസാരിക്കേണ്ട. സ്വിഫ്റ്റ് ബസ്സുകൾ ഇറക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഇത് കൊടുത്തു. അത് കൊടുത്ത സമയത്ത് എന്താ മറുപടി തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ MBD ആക്ടിൽ നിയമമില്ല എന്ന് പറഞ്ഞ് ഒരു വിചിത്ര മറുപടി തന്നു. ഞാനപ്പോൾ ആലോചിക്കരുന്നു, ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടാണ്. അപ്പോൾ MVD ആക്ടിൽ നിയമമില്ലാതെയാണോ ഇവര് മറ്റേ മുച്ചക്ര ബൈക്ക് ഉണ്ടാക്കി അപ്രൂവൽ കൊടുക്കുന്നത്? അല്ല, ഞാൻ വേറെ തിരിച്ചു ചോദിക്കട്ടെ. ഇതേ സർക്കാർ തന്നെ നവകേരള സദസ് എന്ന് പറഞ്ഞൊരു സദസ് നടത്തിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് അത് തന്നെയല്ലേ, ഞാൻ ചോദിച്ചത് അതേ ബസ് ഞങ്ങൾക്ക് വേണ്ടി ഇറക്കണമെന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കുമ്പോൾ മാത്രം നിയമമില്ല, അവർക്ക് നിയമമുണ്ട്. രണ്ടാമതും കൊടുത്തു, നാണക്കേടാണ്. സത്യം, രണ്ടാമത് കൊടുത്തപ്പോൾ ലഭിച്ച മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേരളത്തിൻ്റെ ഇത് മാറ്റിയിട്ട് കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ ബസ് കോഡ് നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് ബസ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഇത്തരത്തിൽ ബസ് ഇറക്കാനായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇതൊക്കെ അയച്ചു തന്നെങ്കിൽ ബസ്സിൻ്റെ കോഡിൻ്റെ നിയമം ഇതുവരെ. എനിക്ക് സാധാരണക്കാരെ എനിക്ക് ബസ് കോഡൊക്കെ അയച്ചു തന്നിട്ട് എന്ത് കാര്യം? എന്നിട്ട് ഗതാഗത മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ CM പോർട്ടലിലാണ് പരാതി കൊടുക്കുന്നത്. ഈ പോർട്ടലിൽ കൊടുക്കുന്ന പരാതികൾ തീർച്ചയായിട്ടും ഓരോ, നിങ്ങൾ ഗണേഷ് കുമാറിനെ കാണുകയാണെങ്കിൽ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം പുള്ളി വീഡിയോ ഒക്കെ എടുക്കും. പുള്ളി ആ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അറ്റ്ലീസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ പുള്ളി എന്തെങ്കിലും ഒരു പ്രഖ്യാപനമെങ്കിലും ഉണ്ടാവും. കാരണം പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് ചിന്തയുണ്ടാകാം. പക്ഷേ ഗവൺമെന്റ് ആണല്ലോ ഫൈനലായിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടത്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഈ ലാസ്റ്റ് സുധീർ ചിലപ്പോൾ കേട്ടാണ് ബിസിനസ് ക്ലാസ് ബസ്സുകൾ എന്നും പറഞ്ഞ് പുതിയൊരു ഇത് വരാൻ പോകുന്നുണ്ട്. എല്ലാ സൗകര്യത്തോടെയും കൂടിയിട്ടുള്ള ബിസിനസ് ക്ലാസ് ബസ്. ഞാൻ അന്വേഷിച്ചതിന് ഇപ്പോൾ 2 ബസ് ഇറക്കണുള്ളൂ. എറണാകുളം ട്രിവാൻഡ്രം റൂട്ടിലാണ് 2 ബസ് ഇറക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ബസ്സുകളെങ്കിലും, കാരണം എനിക്ക് നന്നായിട്ട് അറിയാം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ അടക്കം പോകുന്ന ഹോസ്പിറ്റലിൽ, എനിക്ക് 3 മാസം കൂടുമ്പോൾ ട്രിവാൻഡ്രം പോകണം ഹോസ്പിറ്റലിൽ. അപ്പോൾ എനിക്ക് തന്നെ യൂസ്ഫുൾ ചെയ്തു. അല്ലെങ്കിൽ എന്നെ പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ട്രിവാൻഡ്രത്ത് പോകാനായിട്ട് ഇങ്ങനെ യാത്രാ ചെലവ് കയ്യിൽ നിന്ന് വഹിച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഇത്തരത്തിലൊരു വീൽ ചെയർ ആക്സബിൾ ആയിട്ടുള്ള ബസ് വന്നാൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു ലീസ്റ്റ് ആ ബസ്സുകളെങ്കിലും അതുപോലും നടപടിയാവില്ല. അതിന് മറുപടി കിട്ടിയിട്ടുണ്ട്, നടപടിയാവില്ല എന്നും പറഞ്ഞു. അതാണ് അവസ്ഥ. ഭയങ്കര സംഭവമാണ്. ഇപ്പം കൃഷ്ണകുമാറിനെ കണ്ടിട്ടുണ്ടല്ലോ. കൃഷ്ണകുമാറിന്റെ വണ്ടി മോഡിഫൈ ചെയ്തിട്ട്
അദ്ദേഹത്തിൻ്റെ വീൽ ചെയർ അതിൽ കയറ്റാവുന്ന രീതിയിലൊരു സിസ്റ്റം ഒന്ന് റെഡിയാക്കിയിട്ടാണ് പുള്ളി ട്രാവൽ ചെയ്യുന്നത്. പുള്ളിക്കെതിരെ MVD കേസെടുക്കാത്ത ചിലപ്പോൾ കഷ്ടം തോന്നിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതും വേണം കേസെടുക്കും. കാരണം വണ്ടി മോഡിഫൈ ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വേണം ചെയ്യും. ചെയ്യുമല്ലോ ഇത്രയും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. വേറൊരു കോമഡിയും കൂടി, ഇവരായിട്ട് ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് സഹി കെട്ട് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി നോക്ക്, പെൻഷൻ കട്ടി പെൻഷൻ കട്ട് ചെയ്യും. അങ്ങനെയാണ് പെൻഷൻ ഉള്ളവർക്ക് വാഹനം വാങ്ങാൻ പാടില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെല്ലാം സ്പെഷ്യൽ അപ്രൂവൽ നേരത്തെ, എനിക്കറിയാം ഞാൻ ഈ കേസുകളുമായി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് പണി തരാൻ പറ്റുന്ന ഒരു അവസരം ഗവൺമെന്റ് പാഴാക്കാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ BPL ലിസ്റ്റിൽ വരുന്ന ആളാണ്. BPL ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും നമ്മളെ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഫാമിലി ആരെങ്കിലും വാങ്ങിച്ചാൽ മതിയോ? ഫാമിലിയിൽ ആര് വാങ്ങിയാലും നമ്മുടെ റേഷൻ കാർഡിലുള്ള ആരെങ്കിലും വാഹനം വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകും. പിന്നെ ചില കേസിൽ ഈ പറഞ്ഞ പോലെ മാനുഷിക പരിഗണന നൽകാറുണ്ട്. പക്ഷേ നാട്ടുകാരിൽ തന്നെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ അതിനെല്ലാം സ്പെഷ്യൽ അപ്രൂവൽ വാങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ തെളിവാണെങ്കിൽ ഞാൻ അതടക്കം അയച്ചു തരാം. ഭയങ്കര കഷ്ടമല്ലേ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് അല്ലെ തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല, അതേപോലെ ഇതും കൂടെ ഉപദ്രവം. ഞാൻ ലളിതമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന് സ്വന്തമായിട്ട് വാഹനമുണ്ട്, ഇനി ചേട്ടന് വാഹനം ഇല്ല നോക്കി, ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ വാഹനം അനിയനും കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി നോക്ക്, ചേട്ടൻ ഇവിടെ നിന്ന് എടപ്പള്ളി വരെ പോകണം. ഇവിടെ നിന്ന് എടപ്പള്ളി വരെ എത്ര ദൂരമുണ്ട്? എടപ്പള്ളി വരെ 3 കിലോമീറ്റർ. ഈ 3 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് ചേട്ടൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ചേട്ടന് സ്കൂട്ടറിൽ പോകാം, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ റെൻ്റ് ബൈക്ക് ഇവിടെ ഉണ്ടാവുന്ന അറിയില്ല, അല്ലെങ്കിൽ റെൻ്റ് ബൈക്ക് എടുക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെ ബൈക്കിന്റെ പിന്നാലെ പോകാം, ടാക്സി വിളിക്കാം, മെട്രോ ബസ്സിൽ കയറി പോകാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ വാഹനം ഇവിടെ വന്ന പോലെ തന്നെ 2 പേര് വേണം. എൻ്റെ പാരൻസിനെ എന്നെ പൊക്കി വെക്കാനായിട്ട് പറ്റില്ല, 2 പേര് വേണം. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ 2 പേർക്ക് നമ്മൾ അവർ നമ്മളോടെ വരുന്നതിന് വേറെ പൈസ ഒന്നും വാങ്ങില്ല, നമ്മുടെ അത്രയും സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് മാന്യമായിട്ട് ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? സ്വാഭാവികമായിട്ട് എക്സ്പെൻസും അവിടെ കൂടിയല്ലേ. അപ്പം അതായത് സാധാരണക്കാർ ഒരു 100 രൂപയ്ക്ക് പോയി വരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ചിലവാകുന്ന 1000-1500 രൂപയാണ്. എന്നാൽ ഞങ്ങൾക്ക് ആ സ്ഥലത്ത് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. നമുക്ക് ബസ്സിന്റെ കാര്യം മാറ്റി നിർത്താൻ, നമുക്ക് ട്രെയിനിൽ കയറാൻ എന്താ അവസ്ഥ? ഇപ്പൊ ഈ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വീൽ ചെയർ അടക്കം കയറ്റി വെച്ചിട്ട് ടോയ്ലറ്റിനുള്ളിൽ കയറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാവുന്ന സൗകര്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ട്രെയിനിൽ കയറാൻ പറ്റുമോ? അതാണ് വിഷയം. റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ പറ്റുമോ? അതാണ് വിഷയം. അതുണ്ടോ? ഈ പ്ലാറ്റ്ഫോം ഒക്കെ മാറി ചില സ്ഥലത്ത് ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. അത്തരം സ്ഥലങ്ങളിൽ ഈ പ്ലാറ്റ്ഫോം ഒക്കെ മറികടക്കാന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് ആണെന്ന് ഞാൻ പറയട്ടെ. ഈ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറാനായിട്ട് റാമ്പുകൾ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നി ഓൾമോസ്റ്റ് എല്ലായിടത്തും ആയി വരുന്നുണ്ട്. പക്ഷേ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിനിലേക്ക് എങ്ങനെ കയറും? അതാണ് അതിപ്പോ ഈ പോർട്ടബിൾ റാമ്പുകൾ എല്ലായിടത്തും വേണമെന്നാണ് റൂള് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലായിടത്തും ആയിട്ടില്ല. ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോർട്ടർമാരെ വിട്ടുതരും. വീൽ ചെയർ അടക്കം പൊക്കി കയറ്റുന്ന ചടങ്ങാണ് ഇന്നും. പൈസ കൊടുക്കണോ? ഇല്ല, അത് നമ്മൾ കൊടുത്താൽ അവർ വാങ്ങും, എങ്കിലും അവരായിട്ട് ചോദിക്കാറില്ല. അങ്ങനെയാണ് റൂൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്തതിന് പോർട്ടർമാരെ അവർ വിട്ടുതരും. എന്നിട്ട് പക്ഷേ അതിനെല്ലാം ഈ മെട്രോ നമുക്ക് സ്യൂട്ടബിൾ ആണ്. എല്ലാം മെട്രോ അടിപൊളിയാണ്. നമുക്ക് VIP നമുക്കൊരു അഭിമാനത്തോടെ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഞാൻ ഇത്രയും വലിയ ആളാണല്ലേന്ന് തോന്നിപ്പോവും. കാരണം നമുക്ക് വേണ്ടി മാത്രം ഒരു അസിസ്റ്റന്റിനെ അവർ വിട്ടുതരും, ടിക്കറ്റൊക്കെ എടുത്ത് തരുന്ന അവരായിരിക്കും. നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിന് മുന്നേ തന്നെ അവർ സ്റ്റേഷനിലേക്ക് ഇത് കൊടുക്കും, ഇൻഫർമേഷൻ കൊടുക്കും, ഇങ്ങനെ ഒരാൾ ഇറങ്ങുന്നുണ്ട്, അവിടെ ആൾ വേണമെന്നുള്ളത്. നമുക്കതിൻ്റെ നമ്മുടെ കൂടെ വന്ന ആൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ മതി ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അവിടെ നിന്നുള്ള സർവീസ് അടിപൊളി. ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. കാരണം അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഓരോ സംഭവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ട്രെയിനുകളിലൊക്കെ പണ്ടത്തെ ട്രെയിനിലൊന്നും ഇല്ലല്ലോ. അതെ അതെ, പുതിയ വന്ദേ ഭാരതിൽ മാത്രമാണ് ഈ സംഭവം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ ട്രെയിനുകളിൽ ഈ ഡിസേബിലിറ്റി കോച്ചിൽ ഉള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഡിസേബിലിറ്റി കോച്ച് മാത്രം ഏറ്റവും പുറകിലൊരു സാധനം ഉണ്ടായിരുന്നു, അതല്ലേ ഉണ്ടായിരുന്നു. അതെ അതെ, ഈ കോച്ചിലുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ ഒരാളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ കുറച്ചും കൂടെ ഒരു മാറ്റങ്ങൾ വേണം. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, 2 പേരുടെ സഹായം എനിക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നമ്മളുടെ കൂടെ വരുന്ന അമ്മയാണ് കയറുന്നതെന്നൊക്കെ എൻ്റെ കൂടെ, അമ്മച്ചിക്ക് എന്നെ ഒട്ടും ഒരു തരത്തിലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലുള്ളവരും കൂടെ റെയിൽവേ പരിഗണിക്കണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് വാഹനമുള്ളവർക്ക് ടോളിലൊക്കെ എക്സംഷൻ ഉണ്ട്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല അത്. ടോളിൽ എക്സംഷൻ ഉണ്ട്. നമുക്ക് ഡിസേബിലിറ്റി ഉള്ള ആളുടെ പേരിലായിരിക്കണം വണ്ടി. ആ വണ്ടി പക്ഷേ അങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ ആനുകൂല്യങ്ങൾ കിട്ടുമില്ല. അത് വേറൊരു സത്യം. അതിന് നമ്മൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഇത് വാങ്ങേണ്ടി വരും. വണ്ടി എടുത്തു കഴിഞ്ഞാൽ റിച്ച് ആണെന്നാണ് എല്ലാവരുടെയും വിചാരം അല്ലേ? അതാണ് വിഷയം. അത് മാത്രമേ വണ്ടി എടുക്കുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കണമെങ്കിൽ തന്നെ അതിനകത്തും കുറെ പരിമിതി ഉണ്ട്. 1000 cc ഇതിനകത്ത് താഴെയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. പക്ഷെ 1000 cc താഴെ ഏത് വണ്ടിയാണെന്ന് പറയുന്നത് വണ്ടികളില്ല. നമുക്ക് വീൽ ചെയർ കയറ്റാൻ
കൊണ്ടുവരാനും പറ്റില്ല. ഇപ്പം എൻ്റെ തന്നെ ഇലക്ട്രിക് വീൽ ചെയർ ഉള്ള ആളാണ് ഞാൻ. എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടാറ്റ ഇൻഡിക്കയാണ്. ഇൻഡിക്കയിൽ നമുക്ക് മാനുവൽ വീൽ ചെയർ, ഈ വീൽ ചെയർ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഞാൻ റാമ്പുള്ളൊരു വണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു കാരിയർ, പ്രൈവറ്റ് വണ്ടിയിൽ കാരിയർ വെക്കണമെങ്കിൽ വരെ ഇതുണ്ടെന്ന്, ഫൈൻ ഉണ്ടെന്ന്. ഇപ്പോൾ ഞാനിപ്പോഴൊക്കെയാണ് മനസ്സിലായത്. ഞാൻ വീൽ ചെയർ മുകളിൽ വെക്കാനായിട്ട് കാരിയർ വെക്കാനൊക്കെ ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അജറിന് അതിന് ഫൈൻ വരോട്ടാന്ന്. ഞാൻ പറഞ്ഞു ഞാനതിന് അപ്രൂവൽ വാങ്ങുന്നില്ല, ഞാൻ അതിൻ്റെ കാരിയർ പിടിപ്പിച്ചിട്ട് ഞാൻ അത് വീൽ ചെയർ വെച്ചിട്ട് നിങ്ങൾ മറ്റേ ക്യാമറയോ അത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചതാ, ഞാൻ എന്നിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ അല്ല അങ്ങനെ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ ചെറിയെന്ന് പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞാട്ടാ, ചിലപ്പോൾ അവരെ നമ്മളോട് സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കും, വിഷയം ആവണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കണോ, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുമില്ല, നമ്മളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ അതിന് 100,000 തടസ്സങ്ങളുണ്ട്. ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞങ്ങളുടെ ഈ രോഗികളുടെ ഒരു ഇത് സംബന്ധിച്ച് കേസ് കൊടുത്ത ആളാണ്. ഞങ്ങൾക്ക് വേണ്ട പുനരധിവാസ കേന്ദ്രം വേണമെന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുത്ത ആളാണ്. അന്ന് കേസ് കൊടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 80% അല്ലെങ്കിൽ 75% മുതൽ ഇത്തരത്തിൽ ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ തീർത്തും പറ്റാത്ത ആൾക്കാരെ അവർക്ക് സ്വമേധയാ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന പക്ഷം നിങ്ങൾ ദയാവധം അനുവദിക്കുക. ഈ 31 വയസ്സുള്ള ഞാൻ അവരുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് ദയാവധം അനുവദിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ദയാവധം എന്താണെന്ന് അറിയാത്ത ആളാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം ഇത് ലീഗലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കേരളത്തിൽ നിന്നായിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരുപാട് പേരുണ്ടാവും. അത്രയും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം എൻ്റെ കൂടെ ഇപ്പം എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. നാളെ അവരെല്ലാവരും എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. അപ്പോഴും എനിക്ക് ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ. ഇപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു വീടെന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഗതിയെങ്കിലും ഉണ്ട്, അതുപോലില്ലാത്ത ആൾക്കാരുണ്ട് ഈ അവസ്ഥയിൽ. അത്തരക്കാരും ജീവിക്കണ്ടേ? നമ്മൾ ഈ ഭിന്നശേഷി സൗഹൃദം എന്ന വാക്കുകളിൽ തള്ളിയിട്ട് കാര്യമില്ല. അതിന് വേണ്ട സൗകര്യം നമുക്ക് എല്ലാവരുടെയും ഒരു ഇപ്പോൾ അതേ ഭിന്നശേഷി പെൻഷൻ 2000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സർക്കാർ കുട്ടിയോഷിക്കുകയാണ്. ഞങ്ങൾ 2000 രൂപയ്ക്ക് തീർച്ചയായിട്ടും നല്ല കാര്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എത്ര രൂപ ഒരു മാസം കിട്ടുന്നത്? 2000 രൂപ കിട്ടും. 2000 രൂപ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഫിസിയോതെറാപ്പി ഒരു ദിവസം വീട്ടിൽ വന്ന് ചെയ്യണം. എനിക്ക് സെൻറ്ററിൽ പോയി ചെയ്യാനായിട്ട് പറ്റില്ല. വീട്ടിൽ വന്ന് ചെയ്യണതിന് 800 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. 800 രൂപ. അവരിപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് 500 ആക്കി ചെയ്യുന്നത്. 500 വെച്ച് കൂട്ടിയാലും ആഴ്ചയിൽ 4 ദിവസം ചെയ്യുമ്പോൾ 4 ദിവസം ചെയ്യാനുള്ള പൈസയായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈ MLA-മാർക്കും മന്ത്രിമാർക്കൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തുമാത്രമാണ്. അതിനകത്തൊക്കെ ഒരു വെട്ടിച്ചുരുക്കൽ ആവശ്യമില്ലേ? ഞാനിങ്ങോട്ട് ഇന്നലെയും കണ്ടായിരുന്നു മറ്റേ പുതിയ ഇന്നോവകൾ നമ്മുടെ സർക്കാർ നേതാക്കന്മാർക്കൊക്കെ വാങ്ങുന്നത്. ഏത് നിയമത്തിലാണ് പറയുന്നത് നമ്മുടെ മന്ത്രിമാർക്കും ഈ MLA-മാർക്കും ഇന്നോവ തന്നെ വേണമെന്ന്? ഇത് കേന്ദ്രമന്ത്രിമാർ പോലും സഞ്ചരിക്കുന്ന സാധാരണ ഒരു 15 ലക്ഷം അത് അങ്ങനത്തെ കാറിലല്ലേ? എന്തുമാത്രം ചെലവാണ് നമുക്ക്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഈ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇത്തരം വാർത്തകളും കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര റിച്ചാണെന്നാണ് വിചാരിക്കുന്നത്. വെറുതെ അല്ല കേന്ദ്രം കടുംപിടുത്തം കാണിക്കുന്നത്. പല കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോവും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നേരെ തിരിച്ചു. വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാനും എൻ്റെ വീൽ ചെയറും ഇനി യാത്ര ചെയ്യാനായിട്ട് വിമാനം മാത്രമേ ഉള്ളൂ. വിമാനം ഈസിയാണ്. വിമാനത്തിൽ നമുക്ക് വീൽ ചെയറിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ മെട്രോ ട്രെയിനിൽ സഞ്ചരിക്കുന്ന പോലെ തന്നെ അത്ര തന്നെ വളരെ എളുപ്പത്തിലുള്ളൊരു സാമ്പത്തികം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് വിമാനത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറേണ്ടത് നമ്മുടെ ബസ്സുകളാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണക്കാർ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ബസ് എന്ന് പറയുന്നത്. ആ ബസ്സിൽ ഇപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടൊരു വീൽ ചെയർ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന പിന്നെ സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും? സിനിമാ തിയേറ്ററിൽ പോകാൻ പറ്റുന്നുണ്ടോ? സിനിമാ തിയേറ്ററിൽ ഞാൻ കേസ് കൊടുത്ത് റാമ്പ് ചെയ്യിച്ച കുറച്ച് തിയേറ്ററുകളുണ്ട്, അവിടെ നമുക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ആയിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഓൾറെഡി കൺസ്ട്രക്ഷൻ കഴിഞ്ഞു പോയ സ്ഥലങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു PVR പോലെയുള്ള വലിയ മൾട്ടിപ്ലക്സുകളിൽ എനിക്ക് തോന്നുന്നു ബാക്കിലൂടെ വന്നിട്ട് വീൽ ചെയർ വെച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ സീറ്റിൽ തന്നെ കയറിയിരിക്കാവുന്ന സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. അത് വലിയ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെ അകത്ത് വരുന്ന തിയേറ്ററിലൊക്കെ നമുക്ക് പിന്നെയും ഈസിയാണ്. മറ്റ് തിയേറ്ററിൽ ആയി വരുന്നുണ്ട്. ശരിക്കും ഇതൊരു റൂളാക്കി മാറ്റണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റൂൾ ഉണ്ട് ചേട്ടാ. അതായത് ഇത്ര നിലയ്ക്ക് മുകളിലുള്ള ബിൽഡിങ്ങുകളിൽ ലിഫ്റ്റ് നിർബന്ധമാണെന്ന് പറയുന്ന പോലെ തന്നെ റൂളുണ്ട്.
അതായത് 3 നില വരെയുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലിഫ്റ്റ് നിർബന്ധമാണെന്നാണ് റൂള്. അതൊന്നും കൃത്യമായിട്ട് എന്തിന് റൂള് പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം ഈ 2016 നിയമം വന്നതിന് ശേഷം വന്ന കെട്ടിടങ്ങളിൽ പോലും ഈ റാമ്പ് എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത അവസ്ഥയല്ലേ. ഇന്നും ഈ വർഷം നിർമ്മിച്ച റെസ്റ്റോറൻറ്റുകളിൽ പോലും റാമ്പ് ഇല്ലാണ്ട് ഞാൻ കേസ് കൊടുത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റുകളൊക്കെ പുതിയത് വരുന്നതൊക്കെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണമെന്നൊന്നും റൂളുണ്ടോ? തീർച്ചയായിട്ടും. ഈ റൂളില്ലാതെ ഇത് കാണാതെ ഇത് എങ്ങനെയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഞാൻ ഈ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഒരു അനുഭവം, തിരുവനന്തപുരത്ത് പോകുന്ന വഴിക്ക്, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഇടാനും പിന്നെ ഞങ്ങൾക്ക് വീൽ ചെയർ ഇരിക്കാനൊക്കെ സ്പേസ് വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഏതൊരു ഹോട്ടലിലാണ് ഞാൻ കയറുന്നത്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഈ അടുത്ത് കാണുമ്പോൾ തന്നെ അറിയും ഈ അടുത്ത് ഇനാഗുറേഷൻ കഴിഞ്ഞ ഹോട്ടലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് അപ്രൂവൽ കിട്ടാനായിട്ട് അല്ലെങ്കിൽ പണിയുന്ന സമയത്ത് ഉദ്യോഗസ്ഥരാരെങ്കിലും പറഞ്ഞിരുന്നു? അപ്പോൾ ഇല്ലയെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ പെർമിഷൻ കിട്ടുന്നു? കൈക്കൂലി കൊടുത്താൽ പോരെ ആയിരിക്കാം. ഒരു 5-10 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കാണുകയും ചെയ്തു, അപ്രൂവലും കിട്ടും. ഞാനിവിടെ ഒരു പുതിയൊരു പദ്ധതി, ഞാനൊരു വീട്, എന്താ പറയുക, ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. ഞാൻ അതിനകത്ത് 2 കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നൊരു വീൽ ചെയർ ആക്സസിബിലിറ്റി, കാരണം ആ വീട് കുറച്ച് പൊക്കത്തിലായിരിക്കുന്നത്. ഒരു വണ്ടിയിൽ വരുന്ന ഒരാൾക്ക് റാമ്പിലൂടെ വീടിനകത്തേക്ക് വീൽ ചെയർ കയറ്റിക്കൊണ്ട് പോകുന്ന സൗകര്യം, അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിലടക്കം പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യം. പിന്നെ കുട്ടികൾക്ക് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം, വീൽ ചെയർ പോലെ തന്നെ വീണ്ടും ഈ പറഞ്ഞ പോലെ കിഡ്സ് ഫ്രണ്ട്ലി സംഭവം. കൊച്ചുകുട്ടികളായിട്ട് പോകുന്ന ആളുകൾക്ക് നേരിടുന്നൊരു സംഭവമാണ്. അതായത് കൊച്ചുകുട്ടികൾക്ക് എത്ര സ്ഥലങ്ങളിൽ കൊച്ചുകുട്ടികൾക്ക് ഹൈറ്റിൽ വാഷ് ബേസിനുണ്ട്, എത്ര സ്ഥലങ്ങളിൽ കൊച്ചുകുട്ടികൾക്ക് മൂത്രം ഒഴിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഹൈറ്റ് കുറച്ച് വെച്ചിട്ടുള്ള ക്യൂബിക്കിൾസ് ഉണ്ട്. അതുപോലും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യം ജപ്പാനാണ്. കാണുന്നതെന്ന് പറയുന്നത് നമ്മളവിടെ കാണുന്നതാണ്. ട്രെയിനിലൊക്കെ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളീ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ മെട്രോ ട്രെയിനിൽ കയറുന്ന പോലെയാണ് അവിടുത്തെ ഓരോ ട്രെയിനിലും ആളുകൾ കയറും. അത്ര ആളുകൾ വീൽ ചെയറിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അവിടെ. വീൽ ചെയറിൽ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, വാർദ്ധക്യത്തിലുള്ള ആളുകൾ, അവർ മറ്റേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വീൽ ചെയർ ഉണ്ടല്ലോ, അവർക്ക് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടാവുന്നത്, അങ്ങനത്തെ വീൽ ചെയർ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ ട്രെയിൻ ഇറങ്ങി ഈസി ആയിട്ട് ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും പറ്റും. ഇവിടത്തെ ഫുട്പാത്തിലൂടെ നിങ്ങൾക്ക് വീൽ ചെയറും കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് വിഷയം. ഇനി ചേട്ടൻ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയട്ടെ. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ ചെയ്തു നോക്ക്, അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്ര വലുതായിരിക്കും എന്നറിയാമോ? അതായത് ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഇപ്പം എനിക്കൊരു സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. എനിക്ക് എല്ലാ ദിവസവും ഈ കൂട്ടുകാരന്മാരെയും വിളിച്ച് അവരുടെ സഹായത്തോടെ ജോലിക്ക് പോകാൻ പറ്റില്ല. അതേസമയം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകാനായിട്ട് പറ്റും. ഇനി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പലപ്പോഴും ഈ ഒരു അസുഖം കാരണം സ്വന്തമായിട്ട് അറിയാലോ, പാരൻസ് തന്നെയായിരിക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ. നമ്മുടെ സ്കൂൾ ബസ്സുകളൊന്നും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ അതിനകത്തും കുറേ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ. സ്കൂളിലേക്ക് പോകാനായിട്ടും ഈ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ടൂറിസം സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് എത്താനായിട്ട് എത്ര പേരാണ് ഈ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ വീൽ ചെയറിലായതിൻ്റെ പേരിൽ സ്വന്തം വീടുകളിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ വന്നപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാകാൻ പറ്റി ഇത്തരത്തിൽ വീടുകളിലിരിക്കുമ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇപ്പം ഞാൻ ഈ യാത്രകൾ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും നമ്മുടെ ചില നാട്ടുകാരിൽ ചിലർ കണ്ണുകടി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർ പറയും അവൻ പിന്നെ യാത്ര ചെയ്യുന്നല്ലേ. അവരുടെയൊക്കെ വിചാരം എന്താണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. ഞാൻ ഈ യാത്രകളാണ് ഈ മനുഷ്യന്മാരെ കാണുന്നത്. ഞാൻ എത്ര ദിവസത്തെ തന്നു ഇപ്പോൾ ചേട്ടനെ കാണാൻ വന്നപ്പോൾ എത്ര ദിവസത്തെ തന്നാൽ ഞാൻ ഒന്ന് വീടിന് പുറത്തിറങ്ങുന്നത്. ക്രിസ്മസിന് പോലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, അറിയുന്നുണ്ടോ? എന്നാൽ ഞങ്ങൾക്ക് ഇതൊരു പരിധി വിട്ട് ആരോടെങ്കിലും പറയാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യവുമില്ല. ചേട്ടനാണെങ്കിൽ പോലും കേട്ടിരിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നിനക്ക് വയ്യെങ്കിൽ വയ്യാത്ത ആളായിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ നമ്മുടെ ഈ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കുറേ നിയമത്തിന് പുറമെ അലിഖിതമായിട്ടുള്ള കുറേ നിയമങ്ങൾ നമ്മുടെ നാട്ടുകാരും അവരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാലിച്ച് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനേക്കാളും വലിയൊരു തുക എനിക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ സംഭാവന വാങ്ങി ഉണ്ടാക്കാൻ പറ്റും, വീട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ എനിക്കറിയാം എന്നെ ഈ അസുഖം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഉള്ള സമയം ഞാനിങ്ങനെ ചെയ്തേ പറ്റൂ. ജേർണി യാത്രകൾ പോകുന്ന ഇഷ്ടമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പണ്ട് യാത്ര ചെയ്ത് നടന്നിരുന്ന ഒരാളല്ലേ, അപ്പോൾ ആർക്കാണ് യാത്ര പോകുന്ന ഇഷ്ടമല്ലാത്തത്?
എവിടെയൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പരിമിതികൾ വെച്ചുകൊണ്ട്? ഞാൻ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയതിന് ശേഷം പോലും നമ്മുടെ തമിഴ്നാട്, കർണാടക, ബന്ദിപ്പൂർ അവിടെയൊക്കെ പോയി. എൻ്റെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെയിം ഡേ തന്നെ എനിക്ക് തിരിച്ചെത്തണം. കാരണം രാവിലെ എനിക്ക് എൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തതിൻ്റെ പേരിൽ എല്ലാ പ്രാഥമിക കൃത്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതെങ്ങോട്ടുള്ള യാത്രയാണെങ്കിലും എനിക്ക് സാധ്യമാകുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ യാത്ര തുടങ്ങുന്നു. നമ്മൾ യാത്ര ചെയ്ത് പാതിരാത്രിയാണെങ്കിൽ പോലും ചിലപ്പോൾ പിറ്റേ ദിവസം പുലർച്ചെ 3 മണി 2 മണിയൊക്കെ ആകുമ്പോൾ എത്തുമ്പോൾ എങ്കിൽ പോലും താമസിക്കാനായിട്ട് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ കിട്ടില്ലേ? ഭയങ്കര കുറവാണ്. അത് മാത്രമല്ല നമുക്ക് റേറ്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. കാരണം വീൽ ചെയർ ഫ്രണ്ട്ലി ആകുമ്പോഴത്തേക്കിനും അതൊരു പ്രീമിയം ലെവൽ മാറും. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പം 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അവിടെ വീൽ ചെയർ ആക്സസിബിൾ റാം ഉണ്ടാവണം, വീൽ ചെയർ ആക്സസിബിൾ റൂം ഉണ്ടാവണം എന്നൊക്കെയാണ് ഒരു കണ്ടീഷൻ. ചിലപ്പോൾ ആ കണ്ടീഷൻ ചിലപ്പോൾ ഒരു സാധാരണ ലോഡ്ജിനോ അല്ലെങ്കിൽ സാധാരണ ഒരു 2 സ്റ്റാർ ഹോട്ടലിനോ ചിലപ്പോൾ ആ ഒരു റൂൾ ഉണ്ടായിരിക്കണം എന്നില്ല. എനിക്കറിയത്തില്ല ഉണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നവൻ വലിയ ഹോട്ടലുകളിൽ മാത്രം പോയി നിന്നാൽ മതി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും ഉണ്ട്. അതാണ് വിഷയം. ശരി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന് പോകുന്നു ആ 24 മണിക്കൂറുള്ളിൽ തിരിച്ച് വീടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിലും നമ്മളുടെ കൂട്ടുകാരന്മാരുടെ സഹായം കൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ അവർ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എവിടെ കൊണ്ടുപോകാനും അവർ തയ്യാറാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാക്സിമം സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളും ഈ പറഞ്ഞ സൗകര്യങ്ങളുടെ കുറവുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് റാമ്പ് ഇല്ലാത്തതിനെ കുറിച്ചല്ലേ. റാമ്പ് ഉള്ളതിൻ്റെ പ്രശ്നം ചേട്ടൻ കണ്ടിട്ടുണ്ടോ? റാമ്പ് ഉള്ളതിൻ്റെ പ്രശ്നം, അതായത് ചേട്ടൻ അതിരപ്പള്ളി പോയിട്ടുണ്ടോ? അതിരപ്പള്ളിയിൽ പോയിട്ടുണ്ട്. ഈ അടുത്ത് പോയിട്ടുണ്ടോ? അടുത്തൊന്നും പോയിട്ടില്ല. ഈ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അവിടെ റാമ്പ് ഉള്ളതാണ് വിഷയം. റാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റാമ്പ് ഉണ്ട്. അതായത് അതിൻ്റെ കയറാനായിട്ട് നടുക്കേ കൂടെ ഒരു വീൽ ചെയർ യൂസേഴ്സിന് പോകാൻ വേണ്ടി ഒരു കോൺക്രീറ്റ് ഇട്ട ഇതുണ്ട്. അതിൻ്റെ 2 സൈഡിലും റെയിൽ പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുത്തനെ കയറ്റം സാധാരണ തന്നെ വീൽ ചെയർ ഉന്താനായിട്ട് ഒരാൾ മതി. അതിരപ്പള്ളിയിൽ 4 പേര് വേണ്ടി വന്നു. അതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം 2 വീൽ ചെയർ യൂസേഴ്സ് വന്നതിന് ഒന്നും ചെയ്യാനില്ല. കാരണം ഒറ്റ ലെവലിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒറ്റ ഇതുള്ളൂ, പാത്തുള്ളൂ. അവർ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ സൈഡിൽ കല്ല് വിരിച്ചേക്കണം. അത് വെച്ചാൽ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇത് നടുക്കിങ്ങനെ ചെയ്ത് വെച്ചേക്കണോണ്ട് നമുക്ക് അതിൽ കൂടെ തന്നെ പോകാനും പറ്റുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഒരേ സമയം ഇരുവശത്തുനിന്ന് ആൾക്കാർ വന്നതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതും ഈ റെയിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇരുവശങ്ങളും റെയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റെയിൽ പിടിപ്പിച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വളവ് വരുമ്പോൾ ഈ റെയിൽ കൂടെ വളച്ചല്ല വെക്കണ്ടേ. ഇത് അതിന് പകരം എഡ്ജ് ഇങ്ങനെ ചരിച്ച് വെക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീൽ ചെയറിൻ്റെ വീല് തെന്നിപ്പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വീൽ ചെയറിൻ്റെ വീല് പെട്ടെന്ന് തെന്നുന്ന സമയത്ത് ഈ വീൽ ചെയർ പിടിച്ചിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഈ ഹാൻഡിൽ വിട്ടു പോകുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനും വീൽ ചെയറും അവിടെ കിടക്കും. വലിയൊരു അപകടം അവിടെ എന്നാണോ അത് ഉണ്ടാകാൻ പോകുന്നത് ആ രീതിയിലാണ് അവിടെ നിർമ്മിച്ച് വെച്ചേക്കുന്നത്. ഞാനതിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അതിൽ ലാസ്റ്റ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കാൻ അനുമതി കൊടുത്തവൻ്റെ 2 കാലും തല്ലി ഓടിച്ചിട്ട് വീൽ ചെയർ സത്യം വേണ്ടു. ആ പരാതി എൻ്റെ കിടക്കുന്നുണ്ട്. 2 കാലും തല്ലി ഓടിച്ചിട്ട് വീൽ ചെയർ ഇരുത്തിയിട്ട് അതിലൊന്ന് പോയി കാണിക്കണം എന്നാണ് കൊടുത്തത്. അപ്പോൾ അവരതിന് മറുപടി തരുന്ന അവിടെ മറ്റേ വനമേഖലയാണ്, കുറേ പരിമിതികളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വനമേഖലയാണ് അടച്ചു പൂട്ടണം, അല്ലാതെ ആൾക്കാരെ വിടരുത്. അത്രയ്ക്ക് ഇതാണെങ്കിൽ അവിടെ ആൾക്കാരെ വിടരുത്. അതിരപ്പള്ളി എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യരുത്, അടച്ചു പൂട്ടണം. വനമല്ലേ, വനമായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഇത് എല്ലാം തുറന്ന് വെക്കുകയും ചെയ്യും, കാശും കൊടുത്ത് ആൾക്കാരെ കയറ്റുകയും ചെയ്യുന്നിട്ട് 100 കൂട്ടം റെസ്ട്രിക്ഷൻസും വെക്കും. അടച്ചു പൂട്ടട്ടെ, പ്രശ്നമില്ലല്ലോ. അതെ, ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ പോകുന്ന പോലെ അല്ല ഞാൻ പോകുന്നത്. സാധാരണക്കാർ പോകുന്നതിൻ്റെ ഇരട്ടി ചെലവ് നമുക്കുണ്ട്. ഇത്രയും പാട് കഴിച്ച് നമ്മൾ അവിടെ ചെന്നുമ്പോൾ കാണുന്ന കാഴ്ച ഇത്തരത്തിലുള്ളതാണ്. ഇനി എല്ലാം പോട്ടെ, ഈ റാമ്പിൽ കൂടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. അതറിയാമോ? വെള്ളച്ചാട്ടം എത്തുന്നതിൻ്റെ ഒരു 200 മീറ്റർ മുന്നേ തന്നെ അതിൻ്റെ ആ ഒരു കോൺക്രീറ്റിൻ്റെ ഇത് അവസാനിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ചാലക്കുടി പുഴ ഒഴുകുന്നത് കാണാൻ പറ്റും. വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. വെള്ളച്ചാട്ടം കാണുന്നുണ്ടെങ്കിൽ അത് എത്തുന്നതിന് മുന്നേ ഒരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാൽ കാണാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. ഇത് മാത്രമല്ല, നമ്മൾ ഏത് ബീച്ചുകളിൽ പോയാലും ഏത് ടൂറിസം സ്ഥലങ്ങളിൽ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ പണ്ട് കാലത്ത് നമ്മുടെ അയിത്തം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇന്നയാളുടെ ഇത് കാൽപാദം അവിടെ ഇതായി കഴിഞ്ഞാൽ പിന്നെ മറ്റാൾ ചവിട്ടാൻ പാടില്ല, പിന്നെ ഇത്ര മീറ്റർ ദൂരത്ത് തന്നെ നിൽക്കണം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ വിചിത്ര രീതികൾ. അത് ഇന്ന് ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കാൽപാദം ബീച്ചിൽ പതിഞ്ഞാലെന്തോ ബീച്ച് മലിനമാകുമെന്നോ അങ്ങനെയൊക്കെയുള്ളൊക്കെ ചിന്താഗതി. അല്ല, ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുകയാണ്. നമ്മൾ ഇത്രയും പാടുപെട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്.
ഞങ്ങളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഇപ്പം എനിക്ക് പിന്നെയും ആ നോർമൽ ലൈഫ് ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ കടലിൽ കാല് നനച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും? കടലിൽ ഒന്ന് കാല് നനയ്ക്കണം എന്ന ആഗ്രഹവുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ വിശ്വസിക്കൂ? സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ഒരു തുണിക്കടയിൽ പോയിട്ട് സ്വന്തമായിട്ട് വസ്ത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വിചിത്രമായ ആഗ്രഹങ്ങളാണല്ലോ, ഇതൊക്കെ വളരെ ലളിതമല്ലെന്ന്. പക്ഷേ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ആഗ്രഹമായിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊന്നും ആരും അറിയുന്നില്ല. ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരാനാണ് ഈ 2016 ഭിന്നശേഷിയാവകാശ നിയമം എന്നൊരു നിയമം തന്നെ കൊണ്ടുവന്നത്. പള്ളിയിൽ പോകാറുണ്ടോ? ഞാനിപ്പോൾ പോകാറില്ല. പോകാൻ പറ്റുന്നുണ്ടോ? പള്ളിയിൽ ഞാൻ റാമ്പ് വെപ്പിച്ചാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞു വെപ്പിച്ചാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ദൈവം അങ്ങനെ ഒരു ഇതിലൊന്നും വിശ്വാസമില്ല. മതിയായി. എത്ര പേർക്ക് ആരാധനാലയങ്ങളിൽ പോകാൻ സാധിക്കുന്നുണ്ട്? സത്യം അതാണ്. ഈ പല ഫേമസ് ആയിട്ടുള്ള പേരുകളെടുത്ത് പറയുന്നില്ല, ഫേമസ് ആയിട്ടുള്ള അതിപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ആയിക്കൊള്ളട്ടെ, മുസ്ലിംസിൻ്റെ ആയിക്കൊള്ളട്ടെ, ഹിന്ദുക്കളുടെ ആയിക്കൊള്ളട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ആഗ്രഹമുള്ളവർ പോട്ടെ, നമ്മളതിനെ തടയുന്നില്ല. പക്ഷെ അത് പോകാനുള്ള ഒരു ഇതില്ല. പല സ്ഥലങ്ങളിലും ഈ വീൽ ചെയറായിട്ട്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഹിന്ദുസിൻ്റെ ഇതിലാന്ന് തോന്നുന്നു, വീൽ ചെയറായിട്ട് പോകുമ്പോൾ വീൽ ചെയറുമ്പോൾ മണ്ണുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മിക്കപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ കേൾക്കാറുണ്ട്. വീൽ ചെയറുമ്പോൾ മണ്ണുണ്ട്, അതുകൊണ്ട് അത് അശുദ്ധമാകുമോ അങ്ങനെ എന്തൊക്കെയോ. സത്യം കിട്ടും. അല്ല, നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വീൽ ചെയറുമ്പോൾ മണ്ണുള്ളതിൻ്റെ പേരിൽ അത് അകത്തോട്ട് കയറിയാൽ അത് അശുദ്ധമാകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ വരെ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇന്നലെയോ മിനിയാന്നോ എന്നെ ഗുരുവായൂർ പോയിട്ട് നമ്മുടെ ഒരു പാരൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അന്നദാനം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോയി ചെന്നിട്ട് പോലും അവർ വേണ്ടത്ര പരിഗണന കൊടുത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയമുണ്ടായി. അപ്പോൾ അവർക്ക് അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പ്രതികരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. പിന്നീട് എന്നോട് വന്ന് ചോദിച്ചു, എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു, ഇത് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രശ്നം ഉണ്ടായതിൻ്റെ എവിഡൻസ് എന്തെങ്കിലും കൊടുത്തു. അപ്പോൾ അവരുടെ കയ്യിൽ അതുമില്ല. അതൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അതാണ് വിഷയം. നമുക്ക് ഈ പ്രതികരിക്കുന്നവനെ കുറ്റം. ഇപ്പം ഞാൻ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലേക്ക് ചെന്നു. ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിളിച്ചു ചോദിച്ചു, എല്ലാം ഓക്കെ അല്ലേ, ചെന്നിട്ട് വേറെ വിഷയം ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് വിളിച്ചു ചോദിച്ചത്. മെമ്പർ അടക്കം പറഞ്ഞു, ധൈര്യമായിട്ട് വരും, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിപ്പെട്ടിയുടെ പലക, ഈ പലകയും വെച്ച് റാമ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ ഈ വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് സ്വാധീനിക്കാൻ വേണ്ടി വല്ല തക്കാളി വിതരണം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല മോനെ, എന്ത് പറ്റി, പിന്നെന്താണ് ഈ കാണിച്ചു വെച്ചേക്കണെന്ന് ചോദിച്ചു. അത് റാമ്പ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടെ പോലീസുകാർ ഇപ്പോൾ ഉണ്ടായിരുന്നു സെക്യൂരിറ്റിക്കായിട്ട്, നിങ്ങൾ 2 പോലീസുകാർ ആ റാമ്പും ഒന്ന് നിന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ആ റാമ്പിൽ കൂടെയുള്ള എന്നെ വീൽ ചെയർ അടക്കം കൊണ്ടുപോകാൻ പോകുന്നത്. പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾ നിൽക്കൂലെന്ന് പറഞ്ഞു. അതായത് അവർക്ക് പോലും ധൈര്യമില്ല ഈ പലകമ കയറി നിൽക്കാനായിട്ട്. എന്നിട്ടാണ് ഈ വീൽ ചെയറും വെച്ച് എന്നെ അത് പൊക്കിയിരുത്താൻ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പോലും ധൈര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ കയറും ഇതുമ്മേ? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ഞങ്ങളെ വീൽ ചെയർ അടക്കം പൊക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊക്കലും ഇരുത്തലും ഒന്നും ഞാൻ അനുവദിക്കില്ല. ഇനി എന്നോട് നിന്ന് പൊക്കുന്നുണ്ടെങ്കിൽ ഞാൻ വന്ന വാഹനത്തിലോട്ട് കയറ്റിയിരുത്തൽ, അതല്ലാതെ അത് അങ്ങോട്ടേക്ക് പൊക്കിയിരുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന്റ് മാനേജ്മെന്റിനെ വിളിച്ച് അവരെ കൊണ്ട് പോർട്ടബിൾ റാമ്പ് വെപ്പിച്ച് 1.5 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത്. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് റാമ്പ് വെപ്പിച്ചിട്ട് വോട്ട് ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ 2022. ഇത്തവണ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, പള്ളിയുടെ ഹാളെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഓൾറെഡി കേസ് കൊടുത്ത് ചെയ്യിപ്പിച്ച ഏരിയയാണ്. അതുകൊണ്ട് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തി സമാധാനത്തിൽ പോയി വന്നു, വോട്ട് ചെയ്യാൻ പോയി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. ശരിക്കും ഇപ്പോൾ മാനസിക വൈകല്യമുള്ള ആളുകൾക്ക് വോട്ടില്ലല്ലോ, അവർക്ക് വോട്ടില്ല. അപ്പോൾ അവരെ തഴഞ്ഞിട്ടിരിക്കുക, കാരണം വോട്ടും ഇല്ലല്ലോ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വോട്ടുണ്ട്, ആ ഒരു ഉദ്ദേശത്തിലെങ്കിലും വോട്ട് കിട്ടുന്നെങ്കിലും വെച്ചിട്ട് തഴയാൻ പാടില്ല അവർ രാഷ്ട്രീയക്കാർ, അല്ലേ? ഇത് ഞങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ പറയും ഇലക്ഷൻ സമയത്തെങ്കിലും വില കൽപ്പിക്കാറുണ്ടെന്ന് പറയും. അതുമില്ല ചില സമയത്ത്. കാരണം അവർക്കറിയാം ഇത്ര ശതമാനമേ ഉള്ളൂ ആൾക്കാർ, അവർ ചെയ്തില്ലെങ്കിലും മൈനോറിറ്റി അല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാം ഒരു പ്രഹസനമാണ്. പിന്നെ വേറൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ അവസ്ഥയിൽ ജീവിച്ച് പോകുന്നതിൻ്റെ ആയിരിക്കാം, ഈ ഡിസേബിലിറ്റി ഉള്ളവർക്ക് തന്നെ ഒരു ചിന്തയുണ്ട്, നമുക്ക് 2000 രൂപ പെൻഷനായില്ലേ, നമ്മളിങ്ങനെ അത് വാങ്ങി വീട്ടിലിരിക്കേണ്ടതാണ്, നമ്മൾ വേറെ കൂടുതലായിട്ട് തർക്കിക്കാനോ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും. ഒരുപക്ഷെ അവരെ അത്തരത്തിൽ ചിന്തിപ്പിക്കാനായിട്ട് കുറേ ഘടകങ്ങളുണ്ടാകാം. ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞാനടക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സഹായത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സഹായം ഇനി ഇല്ലാതാകുമോ എന്ന ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം, ഇവർക്ക് പ്രതികരിക്കണമെന്നുണ്ടാകാം, ചിലപ്പോൾ വീട്ടുകാർ അതിന് തടസ്സമായിരിക്കാം. ഒരുപാട് ഘടകങ്ങളുണ്ടാകും. എങ്കിൽ പോലും നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും തോറും നമ്മളെ മാക്സിമം തഴയുന്ന ഒരവസ്ഥയാണ്.
ഒന്ന് ആലോചിച്ച് നോക്കണം ചേട്ടനൊന്ന് ഒരുപക്ഷെ കേട്ട് കാണും. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം 2022 മുതൽ ഈ ഒരു നിമിഷം വരെ 30ഓളം കേസുകളാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ കൊന്നുകൊണ്ട് മാതാപിതാക്കൾ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥ. ആണോ? 30ഓളം കേസുകൾ. എത്ര മീഡിയ അത് ചർച്ച ചെയ്യുന്നുണ്ട്? ഇതാണ് എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചേട്ടൻ ചോദിച്ചു ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു. ഞാൻ അല്ലെന്ന് പറയേണ്ട കാര്യം, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കണമെങ്കിൽ ഞാനൊരു ക്രിസ്തു മത വിശ്വാസിയാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ വിശ്വസിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടുത്തിട്ടാണ്. ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മൾ അറിയേണ്ട കുറേ വാർത്തകൾ നമ്മൾ അറിയിക്കാതെ ഈ ദൈവങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരും പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും അത് സംബന്ധിച്ച ഇത് എത്രമാത്രമാണ് ലൈവുകൾ വരുന്നത്. അല്ലെങ്കിൽ ചേട്ടൻ ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു കേസ് പോലും അറിയുന്നത് എത്ര മീഡിയ അതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മീഡിയക്കാർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് വാർത്ത ചെയ്താലും കാണാനായിട്ട് ആളില്ല. അവരെ സംബന്ധിച്ച് വ്യൂസ് അല്ലേ, റേറ്റിംഗ് അല്ലേ മുഖ്യം. അതില്ലാതെ അതിൻ്റെ പേരിൽ അതും അറിയുന്നില്ല. ഇതെല്ലാമാണ് അവസ്ഥകൾ. ഇതിനെല്ലാം പരിഹാരമാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അസിസ്റ്റീവ് വില്ലേജുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് കഴിയുമെങ്കിൽ എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് മോണിറ്ററിങ്ങോടെ, ഞാനൊരിക്കലും സ്വകാര്യമായിട്ട് ഓൾറെഡി ഉണ്ട് ഇത്തരം കൺസെപ്റ്റുകളുണ്ട്, പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. പക്ഷേ അവിടെ ഗവൺമെൻറ് മോണിറ്ററിങ് ഇല്ല. അതില്ലാത്തതിൻ്റെ കുറവുകൊണ്ടായിരിക്കും പല വിധത്തിലുള്ള ചില ചൂഷണങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്കറിയുന്നുണ്ട്. ഞാൻ ആരെയും പേര് കുറ്റപ്പെടുത്താനോ ഞാനില്ല. അവിടെ എല്ലാം വേണ്ടത് ഗവൺമെൻറ് മോണിറ്ററിങ്. സ്വകാര്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് വേണം. ഒപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതോടുകൂടി സപ്പോർട്ടോടുകൂടി തന്നെ അസിസ്റ്റീവ് വില്ലേജുകൾ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നാളെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാർ ഇല്ലാതായാലും എനിക്ക് ജീവിക്കണ്ടേ. ഇനി ഇല്ലാതായാലും മാത്രമല്ല, ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ അമ്മേനെയും അപ്പച്ചനെയും യാത്രകൾ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും യാത്ര ചെയ്യുന്ന എൻ്റെ കൂടെ ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ്. അപ്പോൾ അവർക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറ്റി നിർത്തണം. അവർക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ. അപ്പോൾ അതിനും ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൂടെ? ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ ഓൾറെഡി ഉണ്ട് അത്തരത്തിൽ. അവിടെ നിന്ന് എനിക്കൊന്ന് നിർബന്ധമാണെന്ന് തോന്നുന്നു. പാരൻസ് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കൽ എന്താ പോകണം, നിർബന്ധം എന്തുവാണ്. ആ ദിവസങ്ങളിൽ അവരെ പരിചരിക്കാനായിട്ട് കൃത്യമായിട്ട് 3 നേരം അവിടെ ഗവൺമെൻറ് ആളെ വിട്ടിരിക്കും. അത് മാത്രമല്ല, അവിടെ നോക്കാനായിട്ടൊരു നേഴ്സിനെ അനുവദിക്കും. അതിൻ്റെ തുക ഗവൺമെൻറ് തന്നെ അനുവദിക്കും. ഇനി ആ നോക്കുന്ന വ്യക്തി, നേഴ്സിന് പകരം ആ നോക്കുന്ന വ്യക്തി സ്വന്തം പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. അവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അവിടെ എല്ലാ പൗരന്മാരും കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുകയും ടാക്സ് പിടിച്ചു പറിച്ച് വാങ്ങിക്കുകയും നല്ല രീതിയിൽ നല്ലൊരു എമൗണ്ട് ടാക്സ് വാങ്ങിക്കുകയും ചെയ്ത് ഗവൺമെൻറ്റിന് ഫണ്ടുണ്ട്. പിന്നെ ആൾക്കാരും കുറവാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ എത്ര പേര് ടാക്സ് അടയ്ക്കുന്നുണ്ട്? നമ്മൾ ടാക്സ് അടയ്ക്കുന്നവർ വളരെ കുറവാണ്. പിന്നെ പോപ്പുലേഷൻ വലിയൊരു ഫാക്ടറാണ്. ഗവൺമെൻറ്റിന് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികളിൽ നിന്നുകൊണ്ടും ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പം അറ്റ് ദ സെയിം ടൈം ഒരു കൂട്ടം ആൾക്കാരെ തഴയുക എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. ഞാനാണ് പറഞ്ഞത്, ഇപ്പം നമുക്ക് ഈ പറഞ്ഞ വീടുകളിലേക്ക് ആളുകൾ വിടുക എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. അല്ലെങ്കിൽ വീടുകളിലേക്ക് ഈ നേഴ്സിൻ്റെ ചിലവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അസിസ്റ്റീവ് മൊത്തത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഉള്ള ഒരു അസിസ്റ്റീവ് വില്ലേജ് നമുക്ക് ആയിക്കൂടെ? ഓൾറെഡി അതിൻ്റെ പ്രപ്പോസലുകൾ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതൊക്കെ വേഗത്തിലായാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ ഞാൻ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു കാര്യം കൂടെ ഒന്ന് പറയുകയാണ്. അതായത് നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ബസ്സുകളും ലോ ഫ്ലോർ ആക്കിയെന്ന് വിചാരിക്കാം. അങ്ങനെ ആക്കിയപ്പോൾ നമുക്ക് അത്തരം ബസ്സുകൾ എത്തിപ്പെടാനായിട്ട് സാധ്യതയില്ലാത്ത ഏരിയകളുണ്ട്. ഞാൻ അതിന് വേണ്ടി ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിന് കൊടുത്തിരുന്നു. ചേട്ടൻ അറിയാമായിരിക്കും, മാരുതിയുടെ ഈക്കോ എന്ന് പറയുന്നൊരു വാഹനം. ആ ഒരു വാഹനമാണ്, വാനാണത്. ആ വാനാണ് നമുക്ക് നിലവിൽ വീൽ ചെയർ കയറാൻ പറ്റുന്ന വിധത്തിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത് ഏറ്റവും വില കുറഞ്ഞ വാഹനം. അതിൻ്റെ ബേസ് മോഡൽ ഏകദേശം 5-6 ലക്ഷം രൂപ എന്താണ് വരുന്നത്. നമുക്ക് 1 ലക്ഷം രൂപ അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി വരും. അത്രയൊന്നും വരില്ല, എങ്കിലും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് 6 ലക്ഷം രൂപ നമ്മൾ ഈ നാഴികക്ക് 40 തൊട്ടം ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുന്ന സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ 6 ലക്ഷം രൂപക്ക് അത്തരത്തിലുള്ളൊരു വാഹനം ഇറക്കാൻ പറ്റും. അതായത് അത്തരത്തിലൊരു 100 വാഹനം ഇറക്കണമെങ്കിൽ വെറും 6.5 കോടി രൂപയുടെ ചിലവുള്ളൂ. ഈ 6.5 കോടി മുടക്കി കഴിഞ്ഞാൽ 100 വാഹനം 100 വാഹനം എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയ്ക്ക് ശരാശരി 7 വാഹനം വെച്ച് കിട്ടും. അങ്ങനെ വന്നാൽ തന്നെ എത്ര മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിലുള്ള വിഷയം, അതായത് എല്ലാവർക്കും എത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ എത്തണമെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഉപജില്ലയിലും വീൽ ചെയർ ആക്സസിബിലിറ്റി, അതുപോലെ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂള്, ജില്ലകളിൽ ഒന്നല്ല ഉപജില്ലകളിൽ 1-2 സർക്കാർ ഇപ്പോൾ ഓൾറെഡി എയ്ഡഡ് സ്കൂളുകളുണ്ടല്ലോ. ഇതേ സഹായത്തോടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂളുകൾ, ആ സ്കൂളിൽ നിർബന്ധമായിട്ടും ഈ വീൽ ചെയർ ആക്സബിൾ ആയിട്ടുള്ള സ്കൂൾ ബസ്സുകൾ നമുക്ക് അലോട്ട് ചെയ്താൽ എത്ര മാറ്റങ്ങളുണ്ടാവും. ഇതൊക്കെ ലളിതമായിട്ട്, ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് കോടികളുടെ ഒന്നും ആവശ്യം വരുന്നില്ല, ലളിതമായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളുണ്ട്. ഇതറിയാനായിട്ടുമല്ല സർക്കാരിന്. പക്ഷേ മന്ത്രിമാരും അവരും മാത്രമല്ല യഥാർത്ഥത്തിൽ വിഷയങ്ങൾ. ഞാൻ പലപ്പോഴും ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഉദ്യോഗസ്ഥരാണ് ഭൂരിഭാഗവും പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അവർക്കറിയാം ഇന്നതാണ് നിയമങ്ങൾ, ഇന്ന പോലെ ചെയ്താലാണ് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നറിയാമെങ്കിൽ പോലും
അവർ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. അത് ഇനി നല്ല രീതിയിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ തന്നെ അവരെത്രയും പെട്ടെന്ന് ആ ഒരു പൊസിഷനിൽ മാറ്റുന്ന പ്രവണത അതും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളെ ഒരു ശല്യക്കാരനായിട്ടായിരിക്കും. അയ്യോ, എനിക്ക് ഗവൺമെന്റിൽ പല പേരുകൾ, എനിക്ക് പരാതിപ്പെട്ടി, പിന്നെന്താണ് പ്രശ്നക്കാരൻ, ഓരോ സെഷനിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചിലവർ ഫോണിൽ സേവ് ചെയ്തേക്കണം. അങ്ങനെ അപ്പോൾ ട്രൂ കോളറിൽ പേര് കാണിക്കുമ്പോൾ ആ രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മൊത്തത്തിൽ അങ്ങനെ തന്നെ അങ്ങനെയുണ്ട്. ശരി. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയുക ചലഞ്ചസ് എന്ന് പറയുന്നത്? ചലഞ്ചസ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അത്തരം കാര്യങ്ങൾ വന്നാൽ തന്നെ ഒരുപാട് ആളുകൾക്ക് സമൂഹത്തിൻ്റെ ഭാഗമാകാൻ പറ്റും. ഇപ്പോഴും അത് ആളുകൾ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞത് അവർക്ക് വേണ്ട സൗകര്യങ്ങളില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും പൈസ മുടക്കി ഒരു യാത്ര ചെയ്താൽ പോലും നമുക്ക് എത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്നില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ പുറത്തിറങ്ങണം? ആ ഒരു ചിന്തയിൽ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കും. അന്നെങ്കിൽ ആ പൈസക്ക് ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നുള്ള ചിന്താഗതിയാണ് ഭൂരിഭാഗത്തിനും. പക്ഷെ അങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ അത്തരത്തിൽ യൂസ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ ലളിതമായിട്ട് പറയുന്നതിന് ഒരു കടയിലോട്ട് നമുക്ക് റാമ്പ് ഇല്ല എന്ന് വിചാരിക്കും. എന്നാൽ ആ കടയിലൂടെ സ്ഥിരമായിട്ട് ഒരു വീൽ ചെയറിലുള്ള 2-3 പേരും സ്ഥിരമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പരാതി പോലും പറയാണ്ട് തന്നെ ആ കടക്കാരൻ അവിടെ ഒരു റാമ്പ് വെക്കില്ലേ? അതിന് ഞങ്ങൾ എത്തണം, അവിടെ എത്താനുള്ള സാഹചര്യം. ഇപ്പം ഞാൻ തന്നെ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ഥലങ്ങളിൽ പോലും ചില സ്ഥലത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ പിന്നീട് റാമ്പ് പോർട്ടബിൾ റാമ്പ് ആയിരിക്കും, അത് മാറ്റി വെച്ച നിലയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്തേ മാറ്റി വെച്ചേക്കണെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും മോനെ എന്ന് അത്തരത്തിലുള്ള ഇതുണ്ട്. അല്ലെ പിന്നെ ലുലുമോളിലൊക്കെ പോകുന്ന രീതിയാണ്. അവിടെ പോകാൻ പറ്റും. സ്ഥലങ്ങളിലൊക്കെ അവിടെ ഓൾറെഡി ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, നമുക്ക് റെന്റിന് എടുക്കാം അവിടെ. ഓക്കെ. എവിടെയെങ്കിലും പോയിട്ട് അവഗണനയാണ് മൊത്തത്തിൽ ലഭിക്കുന്നത്. അതല്ലാതെ ഒരു വീൽ ചെയറിലാണ് എന്നുള്ളൊരു കാരണത്താൽ എവിടെയെങ്കിലും കാര്യമായിട്ട് ഒരു ഇൻസൾട്ടോ അവഗണനയോ കിട്ടിയിട്ടുണ്ടോ? എൻ്റെ ക്യാരക്ടറിൻ്റെ ഇതുകൊണ്ടായിരിക്കും ഒരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ഒരു പരിധി വിട്ട് ചൊറിയാനായിട്ട് നിൽക്കാറില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയും. പിന്നെ തുറിച്ചു നോട്ടങ്ങളും ഇതും എല്ലായിടത്തും. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് എന്നിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് ആ കുട്ടി കഴിക്കുന്നില്ല. ആ കുട്ടി കഴിക്കാണ്ടായപ്പോൾ അപ്പം തന്നെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഭക്ഷണം വേഗം കഴിക്കില്ലെങ്കിൽ ഇത് ഇദ്ദേഹത്തിനെ പോലെ ആവുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീട്ടുകാരിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് തരുന്നുണ്ട്, ഒരു കുഴപ്പം അതിനൊന്നും വരത്തില്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് ആയത്. മാതിരി വർത്താനം പറയുമ്പോൾ നോക്കിയും കണ്ടും പറയണം. ഇതിപ്പോൾ അറിയാതെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുന്നില്ല, എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാനുള്ള വകുപ്പ് വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു കുറേ സോറിയൊക്കെ പറഞ്ഞായിരുന്നത് അവിടെ കൂടിയിരുന്നവരത് അഹങ്കാരി മറ്റേത് മറിച്ചതൊക്കെ എന്നോടൊന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പറയാൻ നിവൃത്തിയില്ല. ചിലരുടെ ഉള്ളിലുണ്ടത്. ഇപ്പോൾ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ശാപം അതൊക്കെ ഉണ്ട് ഇപ്പോഴും. ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ശാപമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ശാപമായിട്ട് തന്നെ അതിൽ മറ്റേ ഒരു ഗ്രിഗോറിയോസ് മാസ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് 30 ദിവസം തുടർച്ചയായിട്ട് കുർബാന ചൊല്ലിക്കുന്ന ഇതൊക്കെ. ഞാനിതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. എല്ലാം പരീക്ഷിച്ച് പറ്റിയതിന് ശേഷമാണ് ഈ ദൈവമില്ലെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. അതല്ലാതെ ഞാനിങ്ങനെ അസുഖം വന്നാൽ ഇനി അങ്ങനെ ചിന്തിച്ചായതല്ല, എന്നെ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. പിന്നെ ധ്യാനഗുരുക്കന്മാരുടെ ശല്യങ്ങൾ വേറെ, ഓരോ ധ്യാനക്കാർ പറയുന്ന വാക്യങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ തുറന്ന് പറയാൻ പോലും പറ്റുന്നില്ല. കേരളത്തിലെ പ്രശസ്തനായിട്ടൊരു ധ്യാനഗുരു ഉണ്ട്. ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാവോ എന്തെങ്കിലും എനിക്കറിയില്ല. അദ്ദേഹത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെല്ലാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിസം രോഗികൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ ഒരു ധ്യാനം നടത്തി. അന്ന് അദ്ദേഹം അതേ രോഗികളുടെയും അവരുടെ പാരൻസിൻ്റെയും മുന്നിൽ വെച്ച് പറഞ്ഞ് സ്വയംഭോഗം ചെയ്യുന്ന പാരൻസിൻ്റെ മക്കൾക്കാണ് ഇങ്ങനെ അസുഖം വരുന്നത് അവിടെ വെച്ച് പറഞ്ഞു. അതൊരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ടും അവിടുത്തെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ടും സ്പോട്ടിൽ പുള്ളിനെ നാട് കടത്തിയും പിന്നെ അങ്ങോട്ടേക്ക് ധ്യാനിപ്പിക്കാൻ ചെല്ലാൻ പാടില്ല. പക്ഷേ അദ്ദേഹം ഇന്നും കേരളത്തിൽ ധ്യാനം തുടരുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. എന്താല്ലേ, അതാണ് ഇങ്ങനെയുള്ളവന്മാർ കാരണമാണ് ഞങ്ങൾ ഇന്നും ഈ ശാപമായിട്ട് കാണുന്നത്. നമുക്ക് പുതിയ തലമുറ കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളടക്കം ഈ റാമ്പ് എന്ന വാക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി അവിടെ വന്നിരുന്നു. അപ്പോൾ ആ കുട്ടി ഞാൻ നേരത്തെ പോലെ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ ഇൻസിഡൻറ്റ് അവിടെ റാമ്പ് വെപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ പെർമനൻ്റ് ആയിട്ട് പിന്നീട് റാമ്പ് വെച്ചായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ കുട്ടി അതിൻ്റെ പാരൻ്റായിട്ട് വന്നപ്പോൾ പാരൻ്റാണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ അവർ പറഞ്ഞു മോൻ്റെ സ്കൂളിൽ റാമ്പ് ഇല്ലേ, അത് ഈ ചേട്ടനാണ് വെപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം റാമ്പ് വെപ്പിച്ചത്, ഓക്കെ എന്നും പറയും. അതായത് പണ്ട് എനിക്ക് പോലും റാമ്പ് എന്ന വാക്ക് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് പോലും അത് അറിഞ്ഞു വരുന്നു. അവരുടെ പാഠപുസ്തകത്തിലടക്കം അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു രീതിയിലെങ്കിലും മെൻഷൻ ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ ഒരു മാറ്റങ്ങളാണ്.
പിന്നെ അത് മാത്രമല്ല, ഇത്തരം കുട്ടികൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇത്തരം കുട്ടികൾക്ക് വീട്ടിലിരുന്നാൽ പോരെ. അതല്ല, ഞങ്ങൾക്ക് സാധാരണ ആൾക്കാർ സോഷ്യലൈസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എന്താണ്, ഞങ്ങളെ കാണുന്നില്ല, ഞങ്ങളോട് എങ്ങനെ പെരുമാറണം. ഇപ്പം എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ, അവർക്ക് എൻ്റെ കൂടെ വന്ന എക്സ്പീരിയൻസ് ആയതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരുമ്പോൾ ഞാൻ പറയാതെ തന്നെ അവർ എന്നെ സേഫാക്കി ഇരുത്തിയതിന് ശേഷം ബാക്കിയുള്ളവരെ സഹായിക്കാനും ഇതുമായിട്ട് പോവുകയാണ്. അവർ ഓക്കെയാണ്. എനിക്ക് 100% ഉറപ്പാണ്, നാളെ ഇപ്പം ഞാനല്ല വേറെ ഏതെങ്കിലും വീൽ ചെയർ യൂസർ വന്നാൽ പോലും അവർ കൃത്യമായിട്ട് അയാളെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അവരെ ഞങ്ങളെപ്പോലെ ഉൾക്കൊള്ളാനും ഞങ്ങളെപ്പോലെ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു സമൂഹം ഇതിനൊപ്പം തന്നെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ളത്. നമ്മൾ പുതുതലമുറ എത്രമാത്രം കുറ്റം പറഞ്ഞാലും അതിനെ പഠിക്കാനായിട്ട് വില്ലിങ് ആണ്. പക്ഷെ അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കണം. അത് കിട്ടുന്നില്ല നമുക്ക്. വളരെ കൂട്ടത്തിൽ കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിക്കുന്നത് കൂടുതലും പെൺകുട്ടികൾക്കാണ് കൂടുതലും കല്യാണം നടപടിയാവുന്നത്. ആണുങ്ങൾക്ക് അങ്ങനെ അതിന് നമുക്കൊരിക്കലും പെണ്ണുങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി ഇതേ അവസ്ഥയിൽ വീൽ ചെയറുള്ള ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കും, ഈ ഒരു അവസ്ഥയിലുള്ള പെൺകുട്ടിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നോർമലായിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് സാധിക്കും. കല്യാണം കഴിക്കുന്ന നോർമലായിട്ടുള്ള ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവന് വേണമെങ്കിൽ അവളെ എടുത്തുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഈസിയാണ്. അതേസമയം ഒരു പെൺകുട്ടി എന്നെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് പൊക്കി ഇരുത്താനും, ഇപ്പം ഞങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമായിട്ട് ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോലും പറ്റില്ല. സ്വാഭാവികമായിട്ട് അവരതൊക്കെ ചിന്തിക്കുമല്ലോ. നമ്മളുമായിട്ടുള്ള ഭാവി ചിന്തകൾ, ഇത്തരത്തിലുള്ള നമുക്ക് സൊസൈറ്റി ഇൻക്ലൂഡ് അല്ലാത്തതിൻ്റെ പേരിൽ കല്യാണം. ഇങ്ങനെ ഒരു അവസ്ഥയിലാവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഈ ഒരു അവസ്ഥ ബുദ്ധിമുട്ട് കൂടുതൽ വന്നിട്ട് ഡൈവോഴ്സ് ആയ കേസുകളുണ്ട് ഒരുപാടല്ലേ. അത് കൂടുതൽ നടക്കുന്നത് ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങൾക്കുണ്ട്, പക്ഷേ പെണ്ണുങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആണുങ്ങൾക്കാണ് ഇത് കൂടുതലും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഈ ഒരു സൊസൈറ്റിയുടെ. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ റാമ്പുകളും മറ്റും ചെയ്യിച്ചിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ തന്നെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഏകദേശം 700 അംഗങ്ങളുണ്ട്. ഈ 700 പേര് ഒരു സ്ഥലത്ത് ചെയ്യാൻ പോലും 700 സ്ഥലത്തായില്ല, റാമ്പായില്ലേ. അങ്ങനെ വന്നാൽ തന്നെ എത്ര മാറ്റങ്ങളായി. പക്ഷെ ആരും ഇത്തരത്തിൽ പ്രതികരിക്കാനും തയ്യാറാവുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കല്യാണത്തിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ. പലരും അത് പറയാൻ മടിക്കുന്ന ഒരു വസ്തുതയും കൂടിയാണ്. ഞാൻ ആക്ച്വലി എവിടെ വായിച്ചാണോ വീഡിയോ കണ്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചില രാജ്യങ്ങളിൽ, അത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അവിടെ കുറച്ച് ആളുകളുണ്ട്, അവരുടെ ജോലി എന്ന് പറയുന്നത് ഇതാണ്, നെതർലാൻഡ്സ് ആണ്. അത് എനിക്ക് തോന്നുന്നു അത് ഏർപ്പാടാക്കിയിരിക്കുന്നതും സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള എന്തോ ഒരു ടീമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. നല്ല NGO എന്തോ ആണ്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് അവരെ, അതായത് റെന്റിന് നിങ്ങൾക്ക് അവരെ വിളിക്കാം, അവർക്കുള്ള പേയ്മെന്റ് കൊടുക്കണം, ആൻഡ് ദേ വിൽ ഗിവ് യു പ്ലഷർ എന്ന് പറഞ്ഞ രീതിയിൽ അല്ലേ. ഇവിടെ നമ്മൾ ഈ സാക്ഷര കേരളം എന്നൊക്കെ തള്ളിമറിക്കുമെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പൊങ്കാലയിട്ട് വാങ്ങാൻ റെഡി ആയിരിക്കണം. ലളിതമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട്, ജപ്പാനിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലവ് ഹോട്ടൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് നമുക്കിപ്പോൾ പെൺസുഹൃത്തിനെ മാത്രം, അതായത് ജസ്റ്റ് സംസാരിക്കാനാണെങ്കിൽ അവിടെ അല്ലേ അത് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ സെക്സ് ആണെന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള കൺസെപ്റ്റാണത്. നല്ലൊരു കൺസെപ്റ്റാണ്. ചേട്ടൻ അതിനകത്ത് ശ്രദ്ധിക്കാതെ പോയ കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഈ കൺസെപ്റ്റ് ഹോട്ടലിലേക്കുള്ള ഇത് അവിടെ നിന്ന് സ്റ്റെപ്പുകളല്ല, സ്ലോപ്പായി ഇത് വെച്ചേക്കണ്. ഭൂരിഭാഗം ഞാൻ ആ വീഡിയോ ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിരുന്നു. അതായത് അവിടെ ആ രാജ്യം ഇത്തരക്കാരെയും അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രൈവസിയോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇതേ കാര്യം അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം, ജപ്പാനിൽ ഇത്തരം മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചവർക്ക് യാന്ത്രികമായിട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അത് വാർത്തയിലുണ്ടായിരുന്നു ഈ അടുത്ത്. ഇനി ലളിതമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമ്മുടെ കേരളത്തിൽ ഇതേ സംവിധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാനൊരു പരാതി കൊടുത്തു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് അത് വാർത്ത വരും. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്തായിരിക്കും. വീൽ ചെയറിലായിട്ട് ഇതിലൊന്നും കുറവില്ല എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം, പിന്നെ വീട്ടുകാരെ തെറി വിളിക്കുന്ന മറ്റൊരു വിഭാഗം. ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ? എന്നാൽ അവർ ചിന്തിക്കുന്നുണ്ടോ? സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്ക് സെക്സ് അനുഭവിക്കണമെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? സംഗതി ശരിയാണ്. ഇവിടെ ലീഗലായിട്ട് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ളവർക്ക് ഇത് ലീഗലാണെങ്കിൽ പോലും നമ്മുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഉണ്ട്. ഗവൺമെൻറ് മോണിറ്ററിംഗ് ഇല്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിൽ എയ്ഡ്സ് രോഗികൾ കൂടി വരുന്ന വാർത്തകൾ. ഇതിനും കൂടി ഒരു കാരണമാണല്ലോ.
ഇപ്പോൾ ഗവൺമെൻറ് മോണിറ്ററിംഗ് കൂടി ഇപ്പോൾ നമ്മൾ കണ്ട ലവ് ഹോട്ടൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് അവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അല്ലേ. ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല. അവിടെ കൃത്യമായിട്ട് അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തു വെച്ചേക്കാണ്. ആരും നമ്മളെ തുറച്ചു നോക്കാനില്ല, വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മളിത് പറയുമ്പോഴേക്കും നമുക്കെല്ലാം പ്രശ്നമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നാൽ ഇത് ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ഈ സദാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിനെ കഴിഞ്ഞേ ആളുള്ളൂ ലോകത്ത്, ഒരു രക്ഷയില്ല. അതേപോലെ റൊമേനിയയിൽ പോയിട്ട് ഇപ്പോൾ ഒരു സെക്സ് ടോയ്സ് വെക്കുന്ന ഒരു കടയിൽ കയറി വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെയും കുറേ ആൾക്കാരും തെറിവിളിയായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ നിയമപരമായിട്ട് ഈ സെക്സ് ടോയ്സ് ബാൻഡാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. ശരിക്കും അത് ഉപയോഗിക്കാൻ അനുമതി കൊടുത്താൽ തന്നെ ഇവിടെയുള്ള പല ആളുകളുടെയും കഴപ്പ് വരും, പല ബലാത്സംഗങ്ങളും ഇല്ലാണ്ടാവും. മനസ്സിലായില്ലേ? അത്രയും വിവരമില്ലാത്തവന്മാരാണ് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പല സമയത്ത് നമുക്ക് തോന്നിപ്പോകും. എന്തിനാണ് പിന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ മാത്രമുള്ളതാണോ? അതെ, നമ്മളെല്ലാവരും പറയുമല്ലോ പാശ്ചാത്യ സംസ്കാരം കണ്ടുപിടിക്കൂ, അത് ഇൻസ്പയർഡ് ആവും എന്നൊക്കെ പറയും. എന്താ അപ്പോൾ പാശ്ചാത്യ നാടുകളിൽ ഉള്ള ഈ സംസ്കാരം ആർക്കും ഇൻസ്പയർഡ് ആവണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, സദാചാരം. അത് ഈ പറയുന്ന കക്ഷികളുടെ ഫോണുകളൊന്ന് ഹാക്ക് ചെയ്തിട്ട് അവന്മാരുടെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ബ്രൗസിങ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെ തരം ഫാൻറ്റസികളാണെന്ന്. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് മലയാളി അംഗീകരിക്കില്ല. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ പെട്ടുപോകുന്ന ഒരു വലിയൊരു വിഭാഗം കൂടി ഉണ്ട് ഞങ്ങളിൽ. ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനൊക്കെ വന്നതിന് ശേഷം കൂടുതൽ ലേഡീസ് അവരിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കുറയുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഞാൻ എല്ലാ സ്ത്രീകളെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, പക്ഷേ ഇത് നടക്കുന്നുണ്ട്, ഇത് റിയാലിറ്റിയാണ്. അവർ ചിലപ്പോൾ ഇത്തരത്തിലായിട്ടുള്ള കുറച്ച് വീഡിയോസ് അവർ പബ്ലിഷ് ചെയ്യും. സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവരത് സ്ക്രീൻഷോട്ട് ഇട്ട് വീണ്ടും അതിനെ വെച്ചായിരിക്കും റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത്. ശരിയല്ലേ? എത്രയോ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്, റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം മാത്രമാണിത്. അതായത് നമ്മളുടെ ഈ ഒരു ലൈംഗിക ദാരിദ്ര്യത്തെ അവർ വിറ്റ് മുതലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതല്ലേ യാഥാർത്ഥ്യം. സോ നിങ്ങൾ ജോലി ചെയ്തിരുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇപ്പോൾ എന്താണ് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നത്? എന്തെങ്കിലും? ഇപ്പോൾ എനിക്ക് ആക്ച്വലി ജോലിക്ക് പറ്റുന്നില്ല, കാരണം ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഇടക്കാലത്ത് വെച്ച് വന്നതാണെന്ന് പറയല്ലേ. അപ്പോൾ ഒരു പരിധി വിട്ട്, അതായത് നമ്മൾ പണ്ട് പോലെ ഇങ്ങനെ ആയതെങ്കിൽ നമ്മളത് യൂസ്ഡ് ആയിപ്പോയത്. ശരിക്കും മര്യാദയ്ക്ക് നടന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വയ്യാണ്ടാവുമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കാലത്തും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വീട്ടിലിരുന്ന് ഹാളിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഞാൻ ഓടിച്ചാടി നടന്ന പറമ്പാണ്. വീൽ ചെയറായിട്ട് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഞാൻ ബൈക്ക് ഓടിച്ച് നടന്ന എൻ്റെ റോഡുകളാണ്. ഇതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിച്ചാൽ പോലും എല്ലാവർക്കും എന്നോട് ഇപ്പോൾ ഞാനിന്ന് വന്ന യാത്രയിൽ പോലും എൻ്റെ കൂടെ +2 പഠിച്ച സുഹൃത്താണ് എൻ്റെ കൂടെ ഉള്ളത്. അവർക്ക് പോലും പങ്കുവെക്കാനുള്ളത് ഞാനുമായിട്ടുള്ള ആ നടന്ന സമയത്ത് ഓർമ്മകളാണ് ഇന്നും പങ്കുവെക്കാനുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു കാലത്തും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഈ ചേട്ടനോട് സംസാരിക്കുമ്പോൾ പോലും എഴുന്നേറ്റ് പോടാ എന്ന് ആരോ മനസ്സിലിങ്ങനെ പറയാണ്, വീൽ ചെയറും എന്ന് എഴുന്നേറ്റ് പോകുന്നു ഇങ്ങനെ പറയാണ്. അതാണ് എൻ്റെ മാനസികാവസ്ഥ. ഓക്കെ, ഇതുപോലെ തന്നെ വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അത് പിന്നെ അവരെ പിന്നെ പേരൻസിന്റെ ബാധ്യത എന്നുള്ളതാണ്. കാരണം അവരെ നോക്കാൻ ആരുമില്ല. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ സ്കൂളും കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പ് സംസാരിച്ച ഈ സെക്ഷൽ ആയിട്ടുള്ള കാര്യമില്ലേ, അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഓട്ടിസം ഇതാണ്. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പരിധി വരെ മെന്റലി എനിക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്കത് പറ്റില്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പാരന്റ് ആണെന്നുള്ള ഒരു ചിന്ത പോലും അവർക്ക് ഉണ്ടാവണമെന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാരന്റ് സിനിമയിൽ അത് അതിന്റെ കുറച്ച് കാണിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പലരും അത് തുറന്ന് പറയാൻ മടിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ച് പേരെ അറിയാം, അവർ നമ്മളോട് ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷേ ഇതാണ് പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിലേക്ക് അറിയിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ ഈ നേതാക്കൾ എതിർക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ എതിർക്കുന്ന നേതാക്കളിൽ പോലും നമ്മൾ ഈ പറയുന്ന ലേഡീസിനോട് അവരയക്കുന്ന ചോദ്യങ്ങളിൽ പോലും ഈ ലൈംഗിക ചെവിയോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്നതാണ്, ഇപ്പോൾ നിങ്ങൾക്ക് രോഗികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ, അപ്പോൾ നിങ്ങൾ അന്നേരം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ, എന്താ ഞങ്ങൾക്ക് ഇതൊന്നും ആയിക്കൂടെ എന്ന രീതിയിലുള്ള മറുപടിയും കിട്ടും. അതാണ് വിഷയം. ഇപ്പോൾ അവർക്കിടയിൽ അങ്ങനെ ഒരാൾ വരുമ്പോൾ മാത്രമേ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ എന്നുള്ള ഒരു ഞങ്ങൾ പക്ഷേ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വരാതിരിക്കട്ടെ. ഇപ്പോൾ മൈൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഒരു സംഘടന ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏതൊരു സംഘടനയുടെയും ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ആളെ കൂട്ടുക എന്നുള്ളതാണ്. ഞങ്ങൾ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഓരോ അംഗങ്ങൾ വരുമ്പോഴും സത്യം പറഞ്ഞ ഒരു സങ്കടമാണ്. കാരണം ഞങ്ങളെപ്പോലെ മറ്റൊരാൾ
ഞങ്ങൾക്കറിയാം റിയാലിറ്റി ഇതല്ല, അതായത് ഇതിൻ്റെ അപ്പുറത്താണ്, ഇത്ര ഇരട്ടിയോളം കേരളത്തിൽ തന്നെ ഉണ്ടെന്നൊക്കെയുള്ള കണക്കുകൾ ഞങ്ങൾക്ക് ഏകദേശം അറിയാം. എങ്കിൽ പോലും പുതിയൊരാൾ വരുമ്പോൾ ഞങ്ങളെപ്പോലെ മറ്റൊരാളുണ്ടെന്ന് അറിയുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ്. അതെൻ്റെയും കൂടെ തോൽവിയാന്ന് ഞാൻ പറയും. കാരണം ആ ഒരു ഇതിൻ്റെ പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ട് മനസ്സിലായി. നമുക്കിനി ഇതിൻ്റെ ഒരു പ്രിവെൻഷനെ പറ്റി സംസാരിക്കാം. ഇങ്ങനെ ഒരവസ്ഥ ഒരാൾക്ക് വരാണ്ടിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുന്നത് ജനറ്റിക് ടെസ്റ്റുകളും, അതായത് പിന്നെ പ്രസവത്തിൻ്റെ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ശരിക്കും ഒരു 3 months 4 months തന്നെ ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്തിട്ട് കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അബോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? കല്യാണം ജനിച്ചിട്ട് ബുദ്ധിമുട്ടുന്നതിലും ഭേദമല്ലേ ജനിക്കാണ്ടിരിക്കുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞ 2 വ്യക്തികളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് അറിയാൻ പറ്റും കാരിയർ ആണോ എന്നുള്ളത്. ഞാൻ പ്രോബ്ലംസ് വരുമോ എന്നുള്ളത് അല്ലേ? ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേര് കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ 2 പേരുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്? വളരെ കുറവാണ്. പക്ഷെ അത് അങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനിതക രോഗങ്ങൾ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ 2 പേരും ഒരേ കാരിയേഴ്സ് ആണെന്ന് വരും. ഞാൻ നേരത്തെ പറഞ്ഞു രോഗികളെക്കാളും കൂടുതൽ കാരിയേഴ്സ് ആണ്. 2 പേരും ഒരേ ഇതിൻ്റെ കാരിയർ ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും കുട്ടിക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെ ആ റിസൾട്ട് പരിശോധന ശേഷം അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്ക് ഇത് വരാത്ത രീതിയിൽ ഒരു പരിധി വരാതെ, എല്ലാത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. എനിക്ക് പേരുകൾ അറിയില്ല, ചില വലിയ ഹോസ്പിറ്റലുകൾ മാത്രം അതിനെക്കുറിച്ചുള്ള ഇത് നടക്കുന്നുള്ളൂ. ഇപ്പോൾ ക്രാഫ്റ്റ് പോലുള്ള കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ്, ഇപ്പോൾ SMA ബാധിച്ച ഒരു കുട്ടിക്ക്, മൂത്ത കുട്ടിക്ക് അസുഖമുണ്ട്, ഇളയ കുട്ടിക്കും ഇതേ അസുഖം വരാൻ ചാൻസ് ഉണ്ടെന്ന് തെളിഞ്ഞിട്ട് അവരെന്തോ ഇത് ചെയ്തിട്ട് ഇളയ കുട്ടിക്ക് ഇതില്ലാത്ത രീതിയിൽ ചെയ്യുന്ന കുറേ വാർത്തകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അത്തരം സാധ്യതകളുണ്ട്. അത് ഓരോരുത്തരും നിങ്ങളായിട്ട് തന്നെ അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ കുടുംബത്തിൽ ഇത്തരത്തിലൊരു ഹിസ്റ്ററി ഉള്ളവർ അത് പറഞ്ഞപ്പോഴേ വേറൊരു കാര്യം ഓർത്തത്, മൂത്ത കുട്ടിക്കും ആയി ഇളയ കുട്ടിക്കും ആയി, എന്നിട്ടും ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാത്ത ആൾക്കാർ. മൂത്ത കുട്ടിക്കാവുമ്പം മനസ്സിലാവണ്ടേ ഇളയ കുട്ടിക്ക് ആവും എന്നുള്ളത്. അതുപോലും അവയർനെസ് ഇല്ലാത്തൊരു വലിയ അവയർനെസ്. അത് മാത്രമല്ല, നമ്മൾക്ക് ആരെയും പൂർണ്ണമായിട്ട് കുറ്റം എനിക്ക് തന്നെ അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം എല്ലായിടത്തും ഒരു വിഷയമാണ്. സാമ്പത്തികം ഇത് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം 20,000 രൂപയോളം ഏറ്റവും ചുരുങ്ങിയതാണ്ടാ പറയുന്നത്. സ്വകാര്യ ലാബുകളിലാണ് ഇതിൻ്റെ ടെസ്റ്റുകൾ വരുന്നത്. നമുക്ക് സർക്കാർ മേഖലയിൽ അത് മാത്രമല്ല, ഇത് ഓപ്ഷനല്ല. അതായത് പ്രസവത്തിൻ്റെ സമയത്ത് ഈ ടെസ്റ്റ്, അതായത് ഒരാൾ ഗർഭിണിയായിരിക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളും ഓപ്ഷണലായിട്ടുള്ള ടെസ്റ്റുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിപ്പോഴും ഓപ്ഷണൽ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കണം. സർക്കാർ ആശുപത്രിയിലാണെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾക്ക് ഫ്രീ ആയിരിക്കും. ഇല്ല, സംവിധാനമില്ല. നിർബന്ധമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ ടെസ്റ്റ് ചെയ്യാൻ ഇതില്ല. ഇത് സ്വകാര്യ ടെസ്റ്റുകളാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു രോഗി കുട്ടി അവരുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കും. ആ കുട്ടിക്ക് എന്താണ്, അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്ന രോഗം എന്തെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് ഇപ്പോൾ കേരളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ശ്രീചിത്രയെ മാത്രമാണ് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുള്ളത്. കോഴിക്കോട് വൈകാതെ വരുമെന്ന് അറിയുന്നു. പക്ഷേ അതും ഫ്രീ അല്ല. തിരുവനന്തപുരത്താണെങ്കിൽ പോലും നേർപകുതി 6,000-5,000 രൂപ കൊടുത്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജിലും ഇത് ചെയ്യാനുള്ള സംവിധാനം വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആരോഗ്യത്തിൽ നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഈ ജനിതക രോഗികൾ അത്രയും മാത്രം കൂടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് പലപ്പോഴും ഹൈഡ് ചെയ്യണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ പരമാവധി ഇങ്ങനെ സംഘടനാ തലത്തിലും മറ്റും പ്രഷർ ചെയ്തിട്ടാണ് കെയർ എന്ന പേരിൽ ഇപ്പോൾ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ഗവൺമെൻറ്. ആ പദ്ധതിയിൽ അപൂർവ രോഗബാധിതരുടെ ഇങ്ങനെ കണക്കെടുപ്പ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ SMA ബാധിതർക്ക് സൗജന്യമായിട്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് കേരള ഗവൺമെൻറ് മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഏക സംസ്ഥാനം നിലവിൽ കേരളമാണ്. അത് 18 വരെ ആക്കാൻ പോകുന്നു പറയുന്നു. അങ്ങനെയൊക്കെ ആകിയാലും നല്ല കാര്യം. പിന്നെ ഇപ്പോൾ ഞാനെപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് മരുന്നുകൾ, വിദേശ രാജ്യങ്ങളിലെ മരുന്നുകളെ നോക്കിയിരിക്കാതെ നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായ ഒരു ഗവേഷണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഇത് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അതിനൊക്കെ വേണ്ട സപ്പോർട്ട് നമ്മുടെ പറഞ്ഞ പോലെ ഗവേഷണത്തിന് വേണ്ടി ചെലവാക്കുന്ന ഫണ്ട് മരുന്ന് വിറ്റ് കിട്ടത്തില്ലല്ലോ. കാരണം കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇതിന്റെ റേറ്റ് എത്രമാത്രം കുറയുമെന്ന് ചേട്ടന് അറിയാമോ? അതാ പറഞ്ഞത്, ഗവേഷണത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസ മരുന്ന് വിറ്റ് കിട്ടണമെങ്കിൽ രോഗികൾ കൂടുതലുണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് ഈ കോസ്റ്റ് കൂടുന്നത്. മേ ബി അതായിരിക്കും, അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ലളിതമായിട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ SMAക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് 6 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു ഡോസിൻ്റെ വില. ആ ഒരു മാസത്തേക്കുള്ളത്. ആ സെയിം മരുന്ന് ഇന്ത്യൻ കമ്പനി നിലവിൽ അതിൻ്റെ പേറ്റന്റ് കേസ്, ഒരു കുട്ടി കേസ് കൊടുത്തിട്ട് അതിൻ്റെ പേറ്റന്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഇന്ത്യയിൽ ഒരു മരുന്ന് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ 6 ലക്ഷം രൂപയുടെ സെയിം മരുന്ന് 15,000 രൂപക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചെയ്യാൻ പറ്റും. ഡിഫറൻസ് ഒന്ന് ആലോചിച്ചു.
6,15,000 പക്ഷെ ആ 6 ലക്ഷം എന്ന് പറയുന്നത് ആ മരുന്നിന് വേണ്ടി അവർ റിസർച്ച് ചെയ്ത R&Dയുടെ കോസ്റ്റ് ആണ്. നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണം അവർ അത്രയും അവരുടെ റിസർച്ച് ആൻഡ് ഡേറ്റ സയൻസ് എഞ്ചിനീയേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ ആ ഒരു അതിനുവേണ്ടി അവർ കൊടുത്തിരിക്കുന്ന എഫേർട്ട്, അവരുടെ കോസ്റ്റ് അത്രയും വെച്ചിട്ടാണ് ആ ഒരു പേറ്റന്റ് വരുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് കൂടുമ്പോഴാണ് ഈ പേറ്റന്റ് ഇത്ര വർഷത്തേക്കൊക്കെ ആ പേറ്റന്റിനും ഒരു പരിമിതിയുണ്ട്, ഇത്ര വർഷത്തേക്ക് പാടുള്ളൂ എന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ടു ആയിരിക്കണം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അങ്ങനെയാണ് പല മരുന്നുകളും ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒക്കെ മരുന്നുകൾ ഇപ്പം അഫോർഡബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഡിമാൻഡ് കൂടുന്നു, പേറ്റന്റിൻ്റെ ആ ഒരു ഇത് മാറി അങ്ങനെ വരുമ്പോഴാണ്. അപ്പം അന്നേരം പുതിയ എന്തെങ്കിലും മരുന്ന് കൊണ്ടുവരും. ഇതൊരു ടോട്ടലി എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ബിസിനസ്സും കൂടിയാണ്. അത് ഞാൻ പറഞ്ഞൊരു വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയിലെ കമ്പനികൾക്ക് അത്തരത്തിലുള്ള ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഗവേഷണത്തിനും കൂടിയുള്ള ഫണ്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കൊടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പം നമുക്ക് 16 കോടിയുടെ മരുന്ന്, നമുക്ക് അതിൻ്റെ ഒരു 1/4. ശരിക്കും ഈ കോടികളുടെ മരുന്ന് എന്നൊക്കെ പറയുന്നത്, ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വാങ്ങിച്ചുപയോഗിച്ചാൽ ഒരിക്കലും ആ ഒരു കുട്ടിയെ ക്യൂറാക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ക്യൂർ നമുക്ക് നിലവിൽ ഒരു കമ്പനിയും അവകാശപ്പെടുന്നില്ല, പറ്റുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല, അത് ഈ ജനിതക രോഗം ആയതുകൊണ്ടാണ് നമ്മൾ ഈ അതെ നമ്മളിപ്പോൾ ഈ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് DNA-യിലാണേ. ചില്ലറ കാര്യമല്ല. DNA-യിൽ നമുക്ക് അതിൻ്റെ ഒരു തകരാറ് പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. സ്വാഭാവികമായിട്ട് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ എല്ലാവരും കേൾക്കുമ്പോൾ ഇപ്പം മരുന്ന് കമ്പനി ചിലപ്പോൾ പറയുന്നത് 30%, അപ് ടു 30 അല്ലെങ്കിൽ അപ് ടു 40 അത്രയുമായിരിക്കാം ഇമ്പ്രൂവ്മെൻറ്റ് പറയുന്നതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പറയുന്നു, 1% മാറ്റം വന്നാൽ പോലും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓടിച്ചാടി നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് നിങ്ങൾക്ക് പതുക്കെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി, കാലിൻ്റെ സ്വാധീനം കുറഞ്ഞു തുടങ്ങി, കൈയുടെ സ്വാധീനം കുറഞ്ഞു തുടങ്ങി, വീഴാൻ തുടങ്ങി, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ നിങ്ങളുടെ മാറ്റങ്ങൾ കണ്ടത്? അതിപ്പം ഇപ്പോഴും പ്രോഗ്രസീവ് ആണോ അതോ സ്റ്റോപ്പ് ആയിട്ടുണ്ടോ? ഇല്ല, പ്രോഗ്രസീവ് ആണ്. അത് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിയോതെറാപ്പി, പിന്നെ സപ്ലിമെൻറ്റ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ടൈപ്പിന് US-ൽ ഒരു സപ്ലിമെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്, മെഡിസിൻ അല്ല സപ്ലിമെൻറ്റ്. അതുപോലും ഗവൺമെൻറ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ തന്നെ അത് കാശ് കൊടുത്ത് വാങ്ങണം. ഞാനിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും കൂടെ പിരിവിട്ട് അത് വാങ്ങി കൊച്ചി എയർപോർട്ടിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അതിന് ഡ്യൂട്ടി ഞാൻ തന്നെ അടയ്ക്കണം. ഡ്യൂട്ടി ഉണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതിന് പോലും നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ $1 ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നില്ല മരുന്ന്. ഇല്ലില്ല, നമുക്കിപ്പോൾ പുറത്തത് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ വാങ്ങാൻ മാർക്കറ്റ് കിട്ടുന്നില്ല. ഇവിടെ കിട്ടില്ല. ഇവിടെ നമുക്ക് അവിടുത്തെ സാധനം ഓൺലൈനായിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഡ്യൂട്ടി പിടിക്കും. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അത് നോർത്ത് സ്റ്റേറ്റിൽ വാങ്ങുന്ന പേഷ്യൻസിന് പൊതുവേ ഡ്യൂട്ടി ഒന്നും ഇല്ലാതെ സാധനം കൈ കൊടുക്കുന്നുണ്ട്. സൗത്തിലേക്ക് എത്തുമ്പോൾ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂട്ടി വാങ്ങുന്നുണ്ട്. അത് ഒരു തവണ എനിക്ക് 77% വാങ്ങി. എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. ഓൾമോസ്റ്റ് മരുന്ന് വില അത് തന്നെ ഒപ്പിച്ചത് ഞാനൊരു വിധത്തിലാണ്. എന്നിട്ട് മരുന്നിന് എത്തിക്കാൻ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ഭയങ്കര അത് കഴിഞ്ഞ് ഈ പറഞ്ഞ 77% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മരുന്നിൻ്റെ തന്നെ കോസ്റ്റ് ആയില്ല. അല്ല, ആ മരുന്ന് എന്താ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടാത്ത? എന്താ ഇവിടെ അറിയില്ല, ഇവിടെ വരുന്നില്ല, അറിയില്ല. ഞങ്ങളതിൻ്റെ സെയിം മരുന്ന് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ. എൻ്റെ തന്നെ ടൈപ്പിൻ്റെ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരിത് ഇപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടുമെന്നുള്ള ചാൻസ് നോക്കുന്നുണ്ട്. കിട്ടിയാലും നല്ലത്. നമുക്കിപ്പോൾ ഇതിൻ്റെ റിസർച്ച് എൻ്റെ ടൈപ്പിൻ്റെ റിസർച്ച് കൂടെ നടക്കുന്നത് ജപ്പാനിലാണ്. കാരണം എൻ്റെ ഇത് ശരിക്കും പറയുന്നത് ഇറാനിയൻ ജൂതവംശരിലും ജാപ്പനീസിലുമാണ് ഇത് കൂടുതൽ കണ്ടേക്കണത്. ഇപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ജെറിൻ്റെ ഒരു ശരീരഘടന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെറിൻ്റെ ഏതെങ്കിലും ഒരു തലമുറയിലെ ആൾ ഇറാനിയൻ ജൂതവംശനായിരിക്കാം. കാരണം എൻ്റെ ജാപ്പനീസിൻ്റെ ഇതായിട്ടല്ല ശരീരഘടന വരുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും മേഡ് ഇൻ ഇന്ത്യ അല്ല. ഇത്തരം രോഗങ്ങളൊന്നും ഭൂരിഭാഗം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അവരിൽ നിന്നുള്ള അധിനിവേശം അത്തരം കാര്യങ്ങളൊക്കെ നിന്നായിരിക്കാം ഒരു പരിധി വരെ. പിന്നെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ജനിതക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് മാനസികമായിട്ടുള്ള വിഷമം അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായാൽ പോലും കുട്ടിക്ക് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് അധികമായിട്ട് പറയാനായിട്ടുള്ള അറിവ് നമുക്കില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. നിങ്ങളുടെ ഈ ഒരു ദിവസം നിങ്ങൾ വരുന്നതിന് വേണ്ടി നിങ്ങൾ കുറേയധികം തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വെറുതെ വരുന്നല്ല, ഇവിടെ കയറി വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്കറിയാമായിരുന്നു ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. സോ
എന്തായാലും സന്തോഷമുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ. കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പുരോഗതികളൊക്കെ ഭാവി തലമുറയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളീ പറഞ്ഞ പോലെ ഇനി ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ട് നിങ്ങളുടെ സംഘടനയിൽ ചേരാതിരിക്കട്ടെ, വരാണ്ടിരിക്കട്ടെ. അവയർനെസ്സാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളത് അല്ലേ. ആ ഒരു അവയർനെസ്സിന് വേണ്ടി സർക്കാരും മുന്നിട്ടിറങ്ങുമെന്ന് വിചാരിക്കാം. പിന്നെ നിലവിലുള്ള ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുമെന്നും പ്രതീക്ഷിക്കാം അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞ ചാനലിൽ വന്നേക്കുന്ന വീഡിയോസിൽ ഏറ്റവും കുറവ് വ്യൂസ് കിട്ടാമെന്ന് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല. അല്ല, അതുകൊണ്ടല്ല, വേറെ ഒന്നല്ല പറയുന്നത്. കാരണം ആളുകൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനു കേൾക്കണം, ഇത് ഞാൻ നോർമൽ അല്ലേ, ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയല്ലേ, ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളെക്കാൾ അഹങ്കാരത്തോടെ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. കാലം എന്നെ എത്തിച്ചത് ഈ ഒരു വീൽ ചെയറിലാണ്. അല്ല, അതിപ്പോ ഈ അസുഖം ബാധിക്കണമെന്നില്ലല്ലോ, ഒരു ആക്സിഡന്റ് തീർന്നില്ലേ. അതാണ് പറഞ്ഞത്. ഇപ്പൊ എല്ലാവരുടെയും ഇപ്പൊ ഞങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ പോലും ഞങ്ങളോട് ഈ ചാനലുകാർ പറയുന്നുണ്ട് വ്യൂസ് കുറവാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് ചെയ്തിട്ടും അങ്ങനെ കിട്ടുന്നില്ല, അവർക്കും ഒരു റീച്ച് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട്. പക്ഷെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീൽ ചെയറിൽ ആയവർക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ എത്ര ആരോഗ്യത്തോടെ നടന്നാലും ഒരു 50-60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ ഓരോ ബുദ്ധിമുട്ടുകൾ വരും, ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ സംബന്ധിച്ച് കേരളം, ഞാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞാൻ എപ്പോഴും കേരളത്തെ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ പിന്നെ എന്തെങ്കിലും നടക്കുള്ളൂ. കുറേ നമ്മളിട്ട് ഇങ്ങനെ വായിട്ട് അലക്കേണ്ടി വരും. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നടക്കും. കാരണം ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ തന്നെ സമാനാവസ്ഥയിലുള്ള ആളുകളുണ്ട്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. എന്നോട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ചെറിയ 36 സ്ഥലങ്ങളിൽ റാമ്പ് വെപ്പിച്ചല്ലേ കംപ്ലയിൻറ്റ്. ഞാനിവിടെ, അതായത് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞത്, ഞാനിവിടെ ഒരു സ്ഥലത്ത് കംപ്ലയിൻറ്റ് കൊടുത്തതില്ലേ, സ്വകാര്യ വ്യക്തിയുടെ ഒരു ഹാള് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിനെതിരെ റാമ്പ് വേണമെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുത്തതിന് രാത്രി വീട്ടിൽ ആളെത്തും. മനസ്സിലായില്ലേ? ഇത് കേരളമായതുകൊണ്ടാണ് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതുണ്ട്, പ്രിയോറിറ്റി നമുക്കുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് കൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ കൂടുതൽ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ കിട്ടിയതിൽ പരാതി പറയുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലക്ഷറി ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് ജീവിക്കണം. ലക്ഷറി ഒന്നും വേണ്ട, ജീവിച്ചാൽ മതി. അതാണ് 30,000 രൂപക്ക് കണ്ണട വാങ്ങാൻ മന്ത്രിക്ക് അനുവദിക്കുമെങ്കിൽ സാധാരണക്കാരനായ ജെറിനും അനുവദിക്കണം. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ ഒരു അവസരം തന്നതിൽ, ഞങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഒരു വേദി തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.